ഞാൻ ആ ദൈവസന്നിധി ധ്യാനിച്ചപ്പോൾ ദൈവം അതിനെ എനിക്ക് തന്ന ടൈറ്റിൽ എന്ന് പറയുന്നത് പിശാചിന്റെ കോട്ടയ്ക്കകത്തായി പെട്ടുപോയ ക്രിസ്ത്യാനികൾ. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ കോട്ടകളെ ഇടിപ്പാൻ. പിശാച് മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ കോട്ട കെട്ടി ആ മനുഷ്യനെ അതിന്റെ ഉള്ളിൽ പൂട്ടിയിട്ടിരിക്കുന്ന കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ബലമുള്ളതാണ്. ദൈവവചനത്തിന്റെ ഗോൾ എന്ന് പറയുന്നത് യേശു പറയുന്നു, ഞാനും പിതാവും ഒന്നായിരിക്കുന്നത് പോലെ നിങ്ങളും ഞങ്ങളിൽ ഒന്നാണ്. ഇതാ ജനത്തിന് അറിയില്ല. അവരാകപ്പാടെ കേട്ടത് യോഹന്നാൻ 10:30 മാത്രമേ ഉള്ളൂ. ആ 10:30 സത്യമായ വചനം പിശാചെടുത്ത് ജനത്തിന്റെ അജ്ഞാ നിമിത്തം അവരെ കോട്ടയ്ക്കകത്ത് അടയ്ക്കാൻ ഉപയോഗിച്ചു. ആരെ? ഈ ജനത്തെ. ജനം ഇതുകൊണ്ട് കോട്ടയ്ക്കകത്ത് പെട്ടുകിടക്കുകയാണ്. യേശു തന്നെയാണ് പിതാവ് എന്ന് പറഞ്ഞു. യേശു ക്രിസ്തു തന്നെയാണ് സ്വർഗസ്ഥ പിതാവ് എങ്കിൽ എന്തുകൊണ്ട് ന്യായവിധി ദിവസം യേശു ക്രിസ്തു തന്നെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച വ്യക്തികളെ സ്വർഗീയ പിതാവിന്റെ പേരും പറഞ്ഞ് സ്വർഗീയ പിതാവിന്റെ ഇഷ്ടം ചെയ്തില്ല എന്ന് പറഞ്ഞ് പുറത്താക്കിയത് എന്തുകൊണ്ട്? യേശു ക്രിസ്തു അല്ല പിതാവ്, എന്നാൽ യേശു ക്രിസ്തുവും പിതാവും ഒന്നാണ്. ഭാര്യയല്ല ഭർത്താവ്, എന്നാൽ യഥാർത്ഥ വിവാഹ ജീവിതത്തിൽ ഭാര്യയും ഭർത്താവും ഒന്നാണ്. ഭർത്താവ് കാരണഭൂതനും ഭാര്യ മുഖാന്തരവുമാണ്. സ്വർഗീയ ഭവനത്തിൽ സ്വർഗസ്ഥ പിതാവ് കാരണഭൂതനും യേശുക്രിസ്തു മുഖാന്തരവും. ഇതൊന്നും ജനത്തിന് അറിയത്തില്ല. ഇതൊന്നും ജനം അറിയാൻ പിശാച് സമ്മതിക്കുകയില്ല. കാരണം ഇവരെ അജ്ഞതയുടെ കോട്ടയ്ക്കുള്ളിൽ മറച്ചിട്ടിരിക്കുകയാണ്. യോഹന്നാൻ 10:30 പേരും പറഞ്ഞു. യേശുക്രിസ്തു പറയാണ്, നിങ്ങൾ എന്നെ അറിഞ്ഞെങ്കിൽ എന്റെ പിതാവിനെ അറിയുമായിരുന്നു. കാരണം അതിന്റെ 10-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, എന്റെ പിതാവ് എന്റെ ഉള്ളിൽ വസിച്ച് എന്നിലൂടെ പ്രവർത്തിക്കുന്നു. കാരണം എന്റെ പിതാവ് എന്റെ തലയാണ്. എന്റെ പിതാവ് എന്റെ തലയാണ്. ആ തലയുടെ ശരീരമാണ് ഞാൻ. ശരീരത്തെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. പിതാവ് അദൃശ്യനാണ്, ഞാൻ ദൃശ്യനാണ്. യേശു ജഡത്തിലാ വന്നിരിക്കുന്നത്. ഇത് ഏതൊരു ദൈവ പൈതലും ഇത് തന്റെ ജീവിതത്തിൽ ഈ ഒരു രൂപത്തിൽ വേണം വെളിപ്പെടാൻ. നമ്മളെ കാണുന്നവൻ ക്രിസ്തുവെ കാണണം, ക്രിസ്തുവെ കാണുന്നവൻ പിതാവിനെ കാണണം. കാരണം നമ്മുടെ തല ക്രിസ്തു, ക്രിസ്തുവിന്റെ തല ദൈവം എന്ന് നിങ്ങൾ അറിയണമെന്നാണ് 1 കൊരിന്ത്യർ 11:3 പറയുന്നത്. കോട്ടയ്ക്കുള്ളിൽ പിശാച് ഇതേപോലെ യോഹന്നാൻ 10:30 അവ്യക്തമായി ജനീയമായി ഇട്ടിട്ട് ഇതിന്റെ ഉള്ളിൽ അകപ്പെട്ട് ആരെങ്കിലും പോയാൽ, നിങ്ങൾ ആരെങ്കിലും അവരെ രക്ഷിക്കാൻ പോയാൽ, ഈ കോട്ടയ്ക്കകത്ത് കടക്കുന്നവൻ നിങ്ങൾക്കെതിരെ വരും. എന്നെ ഈ കോട്ട പൊട്ടിച്ച് നീ പുറത്തിറങ്ങാൻ പോകുന്നു, ഒരിക്കലും ഞാൻ സമ്മതിക്കത്തില്ല. മാത്രമല്ല ഇനി മേലാൽ ഈ കോട്ട പൊട്ടിക്കാൻ ഇവിടെ വരരുത്. ഈ കോട്ടയ്ക്കുള്ളിൽ കിടന്ന് നശിക്കാൻ പോകുന്ന അത്ര പവർഫുൾ ആയിട്ട് പിശാച് ആ കോട്ട കെട്ടിയിരിക്കുന്നു. നിങ്ങൾ അവരെ രക്ഷിക്കാൻ പോയാൽ അവര് നിങ്ങളെ എതിർക്കും. എന്നാൽ ഈ ലോകത്തിൽ ഒരു കോട്ടയ്ക്കുള്ളിൽ ഒരുത്തം പെട്ടുപോയാൽ, നിങ്ങൾ രക്ഷിക്കാൻ പോയാൽ അവൻ ഉടനെ പറയും രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന്. പക്ഷെ പിശാചിയായിട്ട് ഈ കോട്ടയുടെ പ്രത്യേകത എന്താണ്? ആരെയാണോ പിശാചി കോട്ടയ്ക്കുള്ളിൽ അടച്ചത്, അവിടെ അവനകത്ത് കിടന്നുകൊണ്ട് രക്ഷിക്കാൻ വരുന്നവനെ എതിർക്കും. ദൈവ ഇഷ്ടം എന്ന ആ ലക്ഷ്യമില്ലാതെ, ആ ജീവിത പ്രവൃത്തിയില്ലാതെ നാം പറയുന്ന സുവിശേഷം ജനത്തെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരികയല്ല, ഇരുട്ടിൽ നിന്ന് കൂരിരുട്ടിലേക്ക് കൊണ്ടുവരിക. യേശു പറയുന്നത്, ഞാനും നീ ഒന്നായിരിക്കുന്നവർ അവർ നമ്മിൽ ഒന്നാകണം. എങ്ങനെ? അങ്ങ് എന്റെ ഉള്ളിൽ, ഞാൻ അങ്ങയുടെ ഉള്ളിലായിരിക്കുന്നവർ അവർ എന്റെ ഉള്ളിലായിരിക്കും. ഇത് പറയണം. ഹല്ലേലൂയ. അതായത് യേശുവും പിതാവ് ഒന്നല്ലെന്നല്ല പറയട്ടെ, യേശുവും പിതാവ് ഒന്നാണെന്നും ആ ഒന്നിൽ ഞാനും എന്നെ ചേർക്കാനാണ് യേശുവിന്റെ പിതാവ് അയച്ചതെന്ന് കൂടി പറയാം. എടാ മോനെ മോളെ, നിന്നെ വിളിച്ചിരിക്കുന്ന ദൈവത്തിന്റെ കുടുംബത്തിലേക്ക്, ദൈവത്തിന്റെ മകനായി, ക്രിസ്തുവിന്റെ സഹോദരനായി, ക്രിസ്തുവിന്റെ കൂട്ടവകാശിയായി, ദൈവവംശത്തിലേക്കാണ് നിന്നെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, കാൺമിനി എത്ര വലിയ സ്നേഹം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. നാം മനുഷ്യ മക്കളെന്ന് വിളിക്കപ്പെടാനല്ല, ദൈവത്തിന്റെ മക്കളെന്ന് വിളിക്കപ്പെടാൻ. ഈ ലക്ഷ്യം അവർക്ക് പറഞ്ഞു കൊടുത്താൽ അവരുടെ അകത്ത് ഇതുവരെയും പിശാചി കെട്ടിയ കോട്ട ഇടിഞ്ഞ താഴെ വീഴും. പ്രാർത്ഥനയോടെ ചെയ്യുമ്പോ ആ കോട്ട ഇടിഞ്ഞ് താഴെ വീണു. യോഹന്നാൻ 10:30 തെറ്റായി ജനത്തെ അവതരിപ്പിച്ച കോട്ട ഇടിഞ്ഞ് താഴെ വീണു. അവർ മനസ്സിലാക്കുവോ, യേശു പിതാവ് ഒന്നായിരിക്കുന്നത് പോലെ ഞാനും കൂടെ പിതാവോട് ഒന്നാകണമെന്നാണല്ലോ യേശു ആവർത്തിച്ച് പിതാവിനോട് പറയുന്നത് എന്ന് അവരുടെ ഹൃദയത്തിൽ ബോധ്യം വരുമ്പോ, ദൈവത്തിന്റെ ആത്മാവ് ഈ വചനത്തെ അവരുടെ ഹൃദയത്തിലേക്ക് വിശ്വാസമായി കൊടുക്കുമ്പോ, അവർ ഇതുവരെയും കെട്ടിയ പിശാച് അവരുള്ളിൽ വചനം തെറ്റായി ധരിപ്പിച്ച് അവന്റെ ഹൃദയത്തിൽ കെട്ടിയ കോട്ട, സങ്കല്പത്തിന്റെ കോട്ട ഇടിഞ്ഞ് താഴെ വീഴും.
സ്വർഗസ്ഥ പിതാവിന്റെയും കർത്താവായ യേശുക്രിസ്തുവിന്റെയും നാമത്തിലുള്ള സ്നേഹവന്ദനം. ഈ ശബ്ദ കാഴ്ചപരിധിയിലായിരിക്കുന്ന ഏവരെയും അറിയിക്കുകയാണ്. ദൈവം നിങ്ങളുടെ ആത്മാവിനെയും ഹൃദയങ്ങളെയും ദൈവിക ജീവനാലും ദൈവിക സമാധാനത്തിനാലും ദൈവിക ഐശ്വര്യത്താലും നിറയ്ക്കുമാറാകട്ടെ. ആ ദൈവിക ജീവൻ നിങ്ങളുടെ സകല ഭാരങ്ങളെയും പ്രയാസങ്ങളെയും രോഗങ്ങളെയും വേദനകളെയും എടുത്തു മാറ്റുമാറാകട്ടെ. ഹൃദയങ്ങളെ തുറക്കട്ടെ ദൈവവചനത്തിനായി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയ സഹോദരങ്ങളെ, ഇതൊരു ഇൻസൈഡ് ഔട്ട് ശുശ്രൂഷയാണ്. അകത്തുനിന്ന് പുറത്തേക്ക്, ദൈവരാജ്യത്ത് നിന്ന് ലോകത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധയോടുകൂടെ ആയിരിക്കുന്നുവെങ്കിൽ ഈ ജീവനും ഈ സമാധാനവും ഈ ഐശ്വര്യവും ഒക്കെ നിങ്ങൾക്ക് വന്ന് ചേരാനായിട്ട് ഇടയാകും. നിങ്ങൾ കണ്ടിട്ടില്ലേ, ഈ മാവേലി സ്റ്റോറില് സാധനം വന്ന് ഇറങ്ങി ഉടനെ തന്നെ ആളുകൾ ക്യൂ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് പോലെ ഇറങ്ങിക്കഴിഞ്ഞ് സ്വർഗരാജ്യത്തിൽ നിന്ന് സംഭവം ഇറങ്ങുമ്പോൾ തന്നെ അത് വാങ്ങിക്കുന്ന ബലാത്കാരികൾ ഉണ്ടെങ്കിൽ അവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഒരു പ്രത്യേക ശുശ്രൂഷയാണ്. ആ ശുശ്രൂഷയിൽ ഇന്ന് വൈകിട്ടാണ് അങ്ങനെ ഒരു ചിന്ത പെട്ടെന്ന് കയറി വന്നത്. ഞാൻ ആ ദൈവസന്നിധിയിൽ ധ്യാനിച്ചപ്പോൾ ദൈവം അതിനെ എനിക്ക് തന്ന ടൈറ്റിൽ എന്ന് പറയുന്നത് പിശാചിന്റെ കോട്ടയ്ക്കകത്തായിപ്പോയ പെട്ടുപോയ ക്രിസ്ത്യാനികൾ. പിശാചിന്റെ കോട്ടയ്ക്കകത്ത് പെട്ടുപോയ ക്രിസ്ത്യാനികൾ, ഇതാണ് ടൈറ്റില്. വളരെ ശ്രദ്ധയോടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണിത്. കാരണം ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു, ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡികങ്ങളല്ല. യഥാർത്ഥ ക്രിസ്തുവെ അനുഗമിക്കുന്ന ദൈവമക്കളുടെ ക്രിസ്ത്യാനികളുടെ ആയുധങ്ങളെ കുറിച്ചായി പറയുന്നത് കേട്ടോ. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡികങ്ങളല്ല. ഞങ്ങള് കല്ലെടുത്തെറിഞ്ഞും തെറി പറഞ്ഞും കുറ്റം എഴുതിയും മറ്റുള്ളവനെ അവഹേളിച്ചും പാടും പരിചയം ഹൈഡ്രജൻ ബോംബും ആറ്റം ബോംബും കൊണ്ടല്ല യുദ്ധം ചെയ്യണേ. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ കോട്ടകളെ ഇടിപ്പാൻ. പിശാച് മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ കോട്ട കെട്ടി ആ മനുഷ്യനെ അതിന്റെ ഉള്ളിൽ പൂട്ടിയിട്ടിരിക്കുന്ന കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ബലമുള്ളതാണ്. ദൈവസന്നിധിയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അതുകൊണ്ട് പിശാചി കെട്ടിയ കോട്ടകൾ അവിടെ തകർന്നു പോകും. നമുക്ക് ആ വചനം വായിച്ച് ഇന്നത്തെ ശുശ്രൂഷ ആരംഭിക്കാം. ഇന്നത്തെ ശുശ്രൂഷയില് ഒരു എൽഡർലി ദൈവദാസൻ പാസ്റ്റർ കുര്യച്ച നമ്മളോട് കൂടെ ഉണ്ട്. അദ്ദേഹവുമായി വൈകിട്ട് ഒരല്പസമയം, ഞാൻ അദ്ദേഹത്തോട് വ്യക്തിപരമായി സംസാരിച്ചിട്ടില്ല, ഇതുവരെ സംസാരിച്ചിട്ടില്ല, എന്നാൽ അല്പസമയം അവർ ഒന്ന് കണ്ടപ്പോ ഒന്ന് സംസാരിച്ചു പോകും. ദൈവജനം തടവിലാണല്ലോ എന്നൊരു ചിന്തയാണ് ദൈവം എന്റെ അകത്ത് തന്നത്. അതുകൊണ്ടാണ് ഈ ശുശ്രൂഷയ്ക്ക് ഈ ഒരു തലത്തിലേക്ക് മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ആ വചനഭാഗം ഒന്ന് വായിക്കാം. 2 Corinthians chapter 11. 2 Corinthians chapter 10 verse 3, 4 and 5. Oh Father, we thank you. ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധവുമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും
ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി. ശ്രദ്ധിച്ചേ, ഇവിടെ പറയുന്നൊരു കാര്യം, ചിലർ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് പൗലോസ് അപ്പോസ്തലനും കൂട്ടർക്ക് എതിരെ അങ്ങ് ജഡപ്രകാരം പോരാടുകയാണ്. ജഡപ്രകാരം. അപ്പോ അദ്ദേഹം തിരിച്ചെഴുതുന്ന ലെറ്ററിൽ എഴുതിയിരിക്കുകയാണ്, ഞങ്ങൾ ജഡത്തിലാണ് സഞ്ചരിക്കുന്നതെങ്കിലും ജഡപ്രകാരം ഞങ്ങൾ പോരാടുന്നില്ല. കാരണം നിങ്ങൾ തെറി വിളിക്കുമ്പോ ഞങ്ങൾ തിരിച്ചു തെറി വിളിക്കുന്നില്ല. ഞങ്ങളെ കല്ലെറിയുമ്പോ തിരിച്ച് ഞങ്ങൾ കല്ലെറിയുന്നില്ല. കാരണം ഞാൻ എന്റെ ഭാഷ പറഞ്ഞാൽ ഞങ്ങൾക്ക് നഷ്ടപ്പെടാൻ ചിലതുണ്ട്. ഈ കാരണവന്മാര് പെൺപിള്ളേരോട് പറയാറില്ലേ, വളർന്നു വരുന്ന പെൺകുട്ടികളോട്, എടി ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളു വന്ന് ഇലയിൽ വീണാലും ആർക്കാ കേട്? ഇലയ്ക്ക് തന്നെ കേട്. നിനക്ക് നഷ്ടപ്പെടാൻ ചിലതുണ്ട്, അവർക്കൊന്നുമില്ലായിരിക്കുക. ഇതേപോലെ ആത്മീയ വിഷയത്തിൽ നമുക്ക് നഷ്ടപ്പെടാൻ ചിലതുണ്ട്. കാരണം ജീവപുസ്തകത്തിലെ പേരെഴുതിയിരിക്കുക, അത് മാഞ്ഞു പോകാൻ ഇടയുണ്ട്. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേരുകൾ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചോളാൻ. കാരണം അനേകരുടെ പേര് അതിലില്ല, അതിനിടെ നിങ്ങളുടെ പേരുള്ളത് കൊണ്ട് സന്തോഷിച്ചോ. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ പറയാണ്, ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവർ എങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ആരെങ്കിലും ഇങ്ങോട്ട് പോരാടാൻ തുടങ്ങിയാൽ ഞങ്ങൾ സൈലന്റ് ആയിരിക്കും. ജഡപ്രകാരം പോരാടാൻ തുടങ്ങിയാൽ ഞങ്ങൾ സൈലന്റ് ആവും. ഞങ്ങൾ ഈ വിഷയം നേരെ ഞങ്ങളുടെ തലയായ ക്രിസ്തു അറിയിക്കും. ജഡപ്രകാരം പോരാടുന്ന വിഷയമേ ഇല്ല. പിന്നെ ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡികങ്ങളല്ല. പക്ഷേ അതുകൊണ്ട് അതിന് ശക്തി ഇല്ലെന്നില്ല, ആയുധം ഇല്ലെന്നില്ല. ആയുധമുണ്ട്, വമ്പൻ ആയുധമാണ്. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ കൊണ്ട് മനുഷ്യന്റെ കത്തിയും കടാരയും റിവോൾവറും കൊണ്ട് ശരീരത്തെയാണ് കൊല്ലുന്നത്, അല്ലേ? എന്നാൽ ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ കൊണ്ട് മനുഷ്യ ശരീരത്തിൽ ഒന്നും ചെയ്യുന്നില്ല. മനുഷ്യന്റെ ആത്മാവിലും ഹൃദയത്തിലെ ചിന്തകളിലും പിശാച് കെട്ടിവെച്ച കോട്ടകളുണ്ട്. ആ കോട്ടയ്ക്കുള്ളിൽ ഈ മനുഷ്യനെ ബന്ധിച്ചിട്ടുണ്ട്. ആ കോട്ടകളെ ഇടിച്ചു പൊട്ടിച്ച് കളയണം, ഇടിച്ചു പൊട്ടിച്ചു കളയും. ഇവിടെ പറയാണ്, ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജനീയങ്ങളല്ല, എന്നാൽ കോട്ടകൾ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളത് തന്നെ. അകത്ത് ജീവിക്കുന്നത് കൊണ്ട് കോട്ടകളെ ഇടിപ്പാൻ പിശാച് കെട്ടിയിരിക്കുന്ന കോട്ടകൾ. അപ്പൊ നിങ്ങൾ വിചാരിക്കുക എരിഹോ കോട്ട, അങ്ങനെ വലിയ വലിയ കോട്ടകളാണ്. അതൊക്കെ കല്ലുകൊണ്ടുണ്ടാക്കിയല്ലേ. അതിനേക്കാളും പവർഫുള്ളാണ് ചിന്ത കൊണ്ടുണ്ടാക്കിയത്, സങ്കല്പം കൊണ്ടുണ്ടാക്കിയത്. അതിന്റെ ഉള്ളിലാ മനുഷ്യനെ പൂട്ടിയിട്ടേക്കണേ. അതെവിടെ എഴുതിയിരിക്കുന്നേ? അവയാൽ ഞങ്ങൾ. അപ്പൊ ഈ കോട്ടകൾ എങ്ങനെ ഉണ്ടാക്കിയ? കല്ലുകൊണ്ടും കരിങ്കല്ലുകൊണ്ടും അല്ല, സങ്കല്പങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിപരീതമായി ഉള്ള എല്ലാ ഉയർച്ചകൾ കൊണ്ടുണ്ടാക്കിയിരിക്കുന്നേ, ചിന്തകൾ കൊണ്ടുണ്ടാക്കിയിരിക്കുന്നേ. ഇവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയെ ഇടിച്ചു കളയും. ഇടിച്ചു കളഞ്ഞിട്ട് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചു കെട്ടും. കാരണം ഈ സംഭവം, ഈ കോട്ടകൾ എന്ന് പറയുന്നത്, ഈ കോട്ടകൾ അകത്തുള്ളിടത്തോളം കാലം ഈ കോട്ടകളുടെ നേച്ചർ എന്ന് പറയുന്നത് ചിന്തകളാണ്, സങ്കല്പങ്ങളാണ്. ഈ ചിന്തകൾ അകത്തുള്ളിടത്തോളം കാലം ക്രിസ്തു അനുസരിക്കത്തില്ല. അവര് ക്രിസ്തു അനുസരിക്കത്തില്ല. അനുസരിക്കുന്ന ഫീലിംഗ് ഉണ്ടാവും, ക്രിസ്തു അനുസരിക്കത്തില്ല. അപ്പൊ ഇങ്ങനെയുള്ള കോട്ടകളെ, ഈ സങ്കല്പ കോട്ടകളെ ഇടിച്ച് കളയുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള വെപ്പനാണ് ദൈവസന്നിധിയിൽ ജീവിക്കുന്നവർക്കുള്ളത്. ഇതാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്. അപ്പൊ ഇതുമായുള്ള ബന്ധത്തില് ഇതാ ഇന്ന് വൈകിട്ട് കുര്യച്ചൻ പാസ്റ്ററെ, നിങ്ങൾ ചിലർക്കൊക്കെ കുര്യച്ചൻ പാസ്റ്റർ അറിയാമായിരിക്കാം. കഴിഞ്ഞ ഒരു 2 മാസമായുള്ളൂ അറൗണ്ട് നമ്മളുടെ ധ്യാനത്തിന് അദ്ദേഹം കടന്നു വന്ന് കൂടി. അദ്ദേഹത്തിന് വമ്പൻ മാറ്റം ഉണ്ടായി. കാരണം അദ്ദേഹത്തിന്റെ ഉള്ളിലെ കോട്ടകളെ പലതും ദൈവത്തിന്റെ ആമായി ഇടിച്ച് പൊടിച്ച് താഴെ ഇട്ടു. അദ്ദേഹം 70 വയസ്സുള്ള ഒരു എൽഡർലി ദേവദാസനാണ്. ഡീറ്റെയിൽസുകൾ ഞാൻ ചോദിച്ചാൽ അദ്ദേഹം തന്നെ ഡീറ്റെയിലുകൾ പറയും. പക്ഷെ അദ്ദേഹത്തിന്റെ
ആദ്യത്തെ റിട്രീറ്റ് കഴിഞ്ഞ ഒരു സാക്ഷ്യം ഞാൻ കേട്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി. അദ്ദേഹം ഒരു സുവിശേഷകനാണ്, ഒരു പാസ്റ്ററാണ്, സഭയെ നടത്തിക്കൊണ്ടിരുന്ന ആളാ എന്ന് ഞാൻ കേട്ടത്. അദ്ദേഹം പറഞ്ഞ കാര്യം, ഇത്രയും ഞാൻ സുവിശേഷം അറിയിച്ചു, ഒരബ്ദമായി പോയി ഞാൻ അറിയിച്ച സുവിശേഷം. യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ വചനം അദ്ദേഹത്തിൽ ക്രിയ ചെയ്തിട്ടാണ് ആ സാക്ഷ്യം അദ്ദേഹം പറഞ്ഞത്. ആ സാക്ഷ്യം ഞാൻ ചിന്തിക്കുന്നു ഓൺലൈൻ മീഡിയയിലൂടെയൊക്കെ പോയതാണ്. തുടർന്ന് അധികം ഞാൻ സംസാരിച്ചിട്ടില്ല അദ്ദേഹത്തോട്. ഇന്ന് വൈകിട്ട് സംസാരിക്കാൻ ഇടയായപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ ചില കാര്യങ്ങൾ കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. അദ്ദേഹം വളരെ സുവിശേഷ തീ അകത്തുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം സുവിശേഷം പറയാൻ പോയപ്പോ അദ്ദേഹത്തിനുണ്ടായ അനുഭവം അദ്ദേഹം പറയാം. അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് നമുക്ക് കേൾക്കാം. കാരണം ഈ ജനങ്ങൾ പിശാചിന്റെ കോട്ടയ്ക്കുള്ളിൽ ക്രിസ്ത്യാനികൾ പെട്ടുകിടക്കുക. അവസാനം യേശുക്രിസ്തു അവരോട് പറയും, ഞാൻ ഒരു കാലം നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവർ എന്നെ വിട്ടു പോകുവിൻ, എന്നെ കർത്താവേ കർത്താവ് എന്ന് പറയുന്ന ഏവനും അല്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരാ സ്വർഗ്ഗരാജ്യത്തിൽ കിടക്കുന്നതെന്ന് പറയുമ്പോൾ അന്നായിരിക്കും ഇവര് മനസ്സിലാകുന്നത് ഞങ്ങൾ പിശാചിന്റെ കോട്ടയ്ക്കുള്ളിലെ ക്രിസ്ത്യാനികളായിരുന്നു, തടവിലെ ക്രിസ്ത്യാനികളായിരുന്നു, യേശുവെ പോലെയുള്ള ക്രിസ്ത്യാനികളായിരുന്നില്ല. അപ്പോ അതിനെക്കുറിച്ച് നമുക്ക് തുടർന്ന് കേൾക്കാം. എന്നാൽ ചുരുങ്ങിയ സമയം കൊണ്ട് അദ്ദേഹത്തെ പരിചയപ്പെടുത്തും. അദ്ദേഹം ആരാണ്, എന്താണ് എന്നൊക്കെ ഒന്ന് പരിചയപ്പെടുത്തും. തുടർന്ന് അദ്ദേഹത്തിന്റെ ഇന്നുണ്ടായ അനുഭവവും അറിയിക്കും. തുടർന്ന് അതേപോലെ അനുഭവം അനുഭവിക്കുന്നവർക്കുള്ള പരിഹാരം എങ്ങനെയാണ് അത് ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നുള്ളത് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ അറിയിക്കുവാനായിട്ട് ഇടയാകും. അപ്പോ ഈ ശുശ്രൂഷയ്ക്കായിട്ട് പരിചയപ്പെടുത്തി തനിക്കുണ്ടായ അനുഭവം അറിയിപ്പാൻ, ചുരുങ്ങിയ വാക്കുകൾ അറിയിപ്പാൻ കർത്താദാസൻ പാസ്റ്റർ കുര്യച്ചൻ അങ്കിളിനെ ക്ഷണിക്കുകയാണ്. വെൽക്കം. കടന്നു വന്നാൽ സംസാരിച്ചാട്ടെ. അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചാട്ടെ. ആദ്യം തന്നെ അൺമ്യൂട്ട് ചെയ്യണം. അൺമ്യൂട്ട് ചെയ്യാൻ അവിടെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടോ? അദ്ദേഹത്തിന് സൂമിൽ പരിചയമില്ല. ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ദൈവത്തിന്റെ അതിവിശുദ്ധമായ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്റെ പേര് കുര്യാച്ചൻ എന്നാണ് വിളിക്കപ്പെട്ടത്. തൊടുപുഴയ്ക്ക് അടുത്ത് വണ്ണപ്പുറം എന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. ഞാൻ റോമൻ കത്തോലിക്ക സഭയിൽ നിന്ന് സഭയിലായിരിക്കുമ്പോൾ തന്നെ വളരെ തീവ്രതയുള്ള ഒരു വിശ്വാസിയായിരുന്നു. 30 വർഷം മുമ്പ് ഞാൻ ദൈവവചനം കേൾക്കുവാനും രക്ഷിക്കപ്പെടുവാനും വിശ്വാസത്തിനാൽ സ്വീകരിക്കുവാനും ഇടയായി. പെന്തക്കോസ്ത് സ്വഭാവത്തിലുള്ള ഒരു സ്വതന്ത്ര സഭയില് ഞങ്ങള് വചനപ്രകാരം ആത്മാവിനെ ആരാധിക്കുന്ന ഒരു സഭയില് കൂട്ടായ്മയില് കുടുംബമായി കൂടി വന്നു. അവിടെ വന്ന് ആദ്യം തന്നെ എനിക്ക് അവിടെ പഠിപ്പിച്ച വിഷയം ഇപ്രകാരമായിരുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ 3-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ സ്വർഗത്തിൽ ഇരിക്കുന്നവനായി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു തന്നെയാണ് സ്വർഗത്തിൽ ഇരിക്കുന്നതും മനുഷ്യനായ ലോകത്തിലേക്ക് വന്നതും എന്ന് അന്ന് പഠിപ്പിച്ചു തുടങ്ങി. വർഷങ്ങൾ കഴിഞ്ഞു. ഞാൻ ഒരു ഏതാനും വർഷക്കാലം സഭാ ശുശ്രൂഷ ചെയ്യുവാൻ ഇടയായി. ചിലരെല്ലാം സ്നാനപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ സുവിശേഷത്തോട് വളരെ തീക്ഷ്ണതയുള്ള ആളായിരുന്നത് കൊണ്ട് ഞാൻ ഈ ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും പോയി സുവിശേഷം അറിയിക്കുവാനുള്ള ഭാഗ്യവും എനിക്ക് കിട്ടി. അപ്പൊ പലയിടത്തും പ്രസംഗിക്കുമ്പോഴും ബൈബിൾ സംസാരിക്കുമ്പോഴും ഒക്കെ യേശുക്രിസ്തു തന്നെയാണ് പിതാവെന്നും പിതാവ് തന്നെയാണ് യേശുക്രിസ്തു എന്നും തറപ്പിച്ച് പറഞ്ഞ് പഠിപ്പിക്കുകയും എല്ലാ സ്ഥലത്തു നിന്നും ഇതിനെ അംഗീകരിക്കുകയും ഇത് തന്നെയാണ് ഞാൻ കേൾക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ഇരിക്കെ ഈ പല ആളുകളും അതിനെ ഉറപ്പിച്ചു പറയാനൊരു കാരണം യെശയ്യാവിന്റെ പുസ്തകത്തിൽ 9-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്
അവന്റെ പേര് വീരനാം ദൈവം. വീരനാം ദൈവം, നിത്യപിതാവ്, അത്ഭുത മന്ത്രി, സമാധാന പ്രഭു എന്നൊക്കെ വിളിക്കപ്പെടും. അവിടെ യേശുക്രിസ്തുവിനെ കുറിച്ച് നിത്യപിതാവെന്നും വീരനാം ദൈവം എന്നും എഴുതിയിട്ടുണ്ട്. ഇത് മാത്രമല്ല, തീത്തോസിന്റെ ലേഖനത്തിൽ യേശുവിനെ മഹാദൈവം എന്ന് വിളിച്ചു എന്ന് ഇന്ത്യയിലെ തന്നെ പ്രമുഖരായിട്ടുള്ള പണ്ഡിതന്മാരായ ദൈവദാസന്മാര് തറപ്പിച്ച് പറഞ്ഞിട്ട് യേശു തന്നെ സത്യമായും അത്യുന്നതനായ ദൈവം എന്ന് അവർ പഠിപ്പിച്ചു. സാധാരണക്കാരാരും അല്ല. ഇങ്ങനെ ഇരിക്കെ ഞാൻ ഈ കൊറോണ വ്യാപകമായ സമയത്ത് സഭാശുശ്രൂഷ തൽക്കാലം വേണ്ട എന്ന് വെച്ച് തനിയെ ഒരു സ്ഥലത്ത് ഒരു ജോലി ചെയ്തുകൊണ്ട് ഞാൻ തനിയെ താമസിക്കുമ്പോ ഒരു മൊബൈൽ ഫോണ്, ടച്ച് ഫോണ് 5000 രൂപ കൊടുത്ത് വാങ്ങിക്കുവാനിടയായി. അത് ഞാനിങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ അനിൽ കൊടിത്തോട്ടം എന്ന പ്രമുഖനായ ദേവദാസൻ, സെബാസ്റ്റ്യൻ പുന്നക്കൽ തുടങ്ങിയ ദൈവദാസന്മാരുടെ നേതൃത്വത്തിൽ ക്രൈസ്തവരും ഇസ്ലാമിലും തമ്മിലുള്ള സംവാദം ഉണ്ടായിരുന്നു. ഞാനത് വളരെ താല്പര്യമുള്ള ദിവസങ്ങളോളം കേട്ടു. അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോ ഒരു ദിവസം പ്രമുഖ ദേവദാസന്മാരായ അനിൽ കൊടിത്തോട്ടവും സെബാസ്റ്റ്യൻ പുന്നക്കലും തമ്മിൽ ഒരു സംവാദത്തിന് തയ്യാറായി. ഞാൻ അത് ശ്രദ്ധിച്ച് കേട്ടു. അവർ രണ്ടുപേരും പണ്ഡിതന്മാരാണ്, വലിയ കൺവെൻഷനിലൊക്കെ പ്രസംഗിക്കുന്നവരാണ്. എനിക്ക് വ്യക്തിപരമായി അനിൽ കൊടിത്തോട്ടത്തിന് വ്യക്തിപരമായും പരിചയമുണ്ട്. ബൈബിൾ കോളേജിലൊക്കെ പഠിപ്പിക്കുന്ന ആളാണ്. അത് വെച്ച് ഇത് സംസാരിച്ചപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു, സെബാസ്റ്റ്യൻ തമ്മിലുള്ള സംവാദത്തിൽ സെബാസ്റ്റ്യൻ പുന്നക്കൽ എന്ന് പറയുന്ന ദേവദാസൻ അനിൽ കൊടിത്തോട്ടത്തിനോട് ചോദിക്കുകയാണ്, പിതാവായ ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. അത് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിലും യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിലും 17-ാം അധ്യായത്തിലും ഒക്കെ എഴുതിയിട്ടുണ്ട്. അപ്പം അദ്ദേഹം ചോദിക്കുകയാണ്, അയച്ച പിതാവും അയക്കപ്പെട്ട ക്രിസ്തു ഒരാൾ തന്നെയാണോ എന്ന് ചോദിക്കുന്നു. അപ്പോ ഒരാൾ തന്നെ ആകുന്നു എന്ന മറുപടിയാണ് അനിൽ കൊടിത്തോട്ടത്തിന്റെ ഭാഗം വരുന്നത് എന്ന് ഞാൻ പ്രതീക്ഷിക്കാതിരുന്നത്. എന്നെ പോലെ താല്പര്യം കേൾക്കുന്നുണ്ടായിരുന്നു. വീണ്ടും ഒരു ചോദ്യം കൂടെ ചോദിക്കുകയാണ്, പിതാവായ ദൈവവും അയച്ച ആളും അയക്കപ്പെട്ട ആളും രണ്ട് വ്യക്തികളാണോ എന്ന് ചോദിച്ചു. ഒന്ന് നിർത്തിയാട്ടെ. താങ്കൾ പറഞ്ഞത് ആ കമ്മ്യൂണിക്കേഷന്റെ സ്റ്റാർട്ടിങ് മുതൽ ഇത്ര നേരം കേൾക്കുന്നില്ലായിരുന്നു, ഇത്ര നേരം സ്റ്റക്കായി നിൽക്കുമായിരുന്നു. ആ കമ്മ്യൂണിക്കേഷൻ ആ സ്റ്റാർട്ടിങ് മുതൽ പറ. അനിൽ കൊടിത്തോട്ടവും സെബാസ്റ്റ്യൻ പുന്നക്കലും തമ്മിലുള്ള സംഭാഷണത്തിന്റെ സ്റ്റാർട്ടിങ് മുതൽ പറ. അപ്പോ പ്രിയപ്പെട്ടവര്, ഞാന് ഈ അനിൽ കൊടിത്തോട്ടവും സെബാസ്റ്റ്യൻ പുന്നക്കലും തമ്മിലുള്ള സംവാദം ശ്രദ്ധിക്കാൻ തുടങ്ങി. നാളുകളായിട്ട് ക്രൈസ്തവരും മുസ്ലിങ്ങളും ഇസ്ലാമിലും തമ്മിലുള്ള സംവാദം കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവര് തമ്മിലുള്ള സംവാദം കേൾക്കാനിടയായത്. ഈ അനിൽ കൊടിത്തോട്ടം എന്ന് പറയുന്ന ദേവദാസനെ എനിക്ക് വ്യക്തിപരമായി പരിചയമുള്ളതാണ്. അദ്ദേഹം പണ്ഡിതനാണ്, ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുന്ന ആളാണ്, കൺവെൻഷനുകളിലൊക്കെ പ്രസംഗിക്കുന്ന ആളാണ്, പ്രസിദ്ധമായ ആളാണ്. അദ്ദേഹത്തോട് ഇവര് തമ്മിൽ ഒരു സംവാദം നടക്കുമ്പോ സെബാസ്റ്റ്യൻ പുന്നക്കൽ എന്ന് പറയുന്ന ദേവദാസൻ അനിൽ കൊടിത്തോട്ടത്തോട് ചോദിക്കുകയാണ്, പിതാവായ ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. ഈ അയച്ച ആളും അയക്കപ്പെട്ട ആളും ഒരാൾ തന്നെയാണോ എന്ന് ചോദിക്കുന്ന ചോദ്യത്തിൽ അനിൽ കൊടിത്തോട്ടം ഒരാൾ തന്നെ ആണോ എന്ന് പറയുമെന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങളെല്ലാം കാത്തിരിക്കുകയാണ്. അപ്പോൾ കുറെ നേരം ആലോചിച്ചിട്ട് അനിൽ കൊടിത്തോട്ടം പറഞ്ഞു, രണ്ടുപേരാണെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ എന്റെ ചങ്കിടിച്ചു. ദൈവമേ, എന്ത് വിഡ്ഢിത്തരമാണ് ഈ മനുഷ്യൻ പറയുന്നത് എന്ന് ഓർത്തു. സെബാസ്റ്റ്യൻ പുന്നക്കൽ വീണ്ടും രണ്ടാമത് ഒരു ചോദ്യം കൂടി ചോദിക്കുന്നു, ഈ അയക്കപ്പെട്ട ആളും അയച്ച ആളും രണ്ട് വ്യക്തികളാണോ എന്ന് ചോദിച്ചു. അപ്പോഴെങ്കിലും
രണ്ടും ഒന്ന് തന്നെയാണെന്ന് പറയുമെന്ന് വിചാരിച്ചപ്പോൾ അനിൽ കോടിത്തോട്ടം എന്ന് ദേവാസൻ പറഞ്ഞു രണ്ട് വ്യക്തികളാണെന്ന് പറയാനിടയായി. ഞാൻ ആ മൊബൈൽ ഫോൺ അപ്പോൾ തന്നെ ഓഫാക്കി. ഈ അനിൽ കോടിത്തോട്ടം എന്ന് പറയുന്ന പണ്ഡിതൻ എത്രയോ മണ്ടനായി പോയി എന്നും മേലാൽ ഇനി ഇങ്ങനെ ഒരു സംവാദം കാണുന്നില്ല എന്ന് വെച്ച് ഞാൻ ആ മൊബൈൽ ഫോണിലെ സംവാദം കാണുന്ന പരിപാടി വേണ്ട എന്ന് വെച്ചിട്ട് 5000 രൂപയ്ക്ക് വാങ്ങിച്ച മൊബൈൽ ഫോൺ 3000 രൂപയ്ക്ക് ഞാൻ വിറ്റ് കളഞ്ഞു. ഞാൻ അതിനുശേഷം ഈ സാധനം ഉപയോഗിച്ചിട്ടില്ല. പിന്നെ അനിൽ കോടിത്തോട്ടത്തിനെ കണ്ടു കഴിഞ്ഞാൽ നേരിട്ട് കണ്ടാൽ ദൈവദാസന്റെ എന്ത് മണ്ടത്തരമാണ്, ദൈവ പിതാവും പുത്രനും ഒരാൾ തന്നെ അല്ല എന്ന് നേരിട്ട് പറയാൻ കാത്തിരുന്നു എങ്കിൽ വ്യക്തിപരമായി ഞങ്ങൾ തമ്മിൽ കണ്ടില്ല. അത് മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ഞാനും തറപ്പിച്ച എന്റെ ഈ സത്യം ഇവിടെ വന്ന ഈ ധ്യാനത്തിൽ സംബന്ധിക്കുകയും ഈ ദൈവവചനം ശ്രദ്ധിച്ച് കേൾക്കുകയും ചെയ്തില്ലായിരുന്നു എങ്കിൽ ഞാനും എന്റെ ജീവിതകാലം മുഴുവൻ ഈ അബദ്ധം പ്രസംഗിച്ചുകൊണ്ട് നടന്നതിനായിരുന്നു. ഞാൻ സത്യം പറയട്ടെ, 66-ലധികം പ്രാവശ്യം ഞാൻ ഈ ബൈബിൾ വായിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സത്യം എനിക്ക് മനസ്സിലായില്ല. എന്നോട് പലരും ചോദിച്ചു, യേശുക്രിസ്തു പിതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യം, മനുഷ്യൻ എങ്ങനെ ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കണമെന്ന് മനസ്സിലാക്കി തരുവാൻ വേണ്ടി പിതാവ് തന്നെ മനുഷ്യരൂപം ധരിച്ച് ലോകത്ത് വന്നതാണെന്ന് സകല ജനത്തോട് തർപ്പിച്ച് പറഞ്ഞൊരു കാര്യമാണ്. ഇവിടെ വന്ന് ഈ സത്യം ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് പിതാവും പുത്രനും രണ്ടാണ് എന്ന് പറഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവരെ, രക്ഷിക്കപ്പെട്ട ഉടനെ അതിനുശേഷം കുറെ കാലത്തേക്ക് നിന്ന സമുദായത്തിൽ നിന്ന് ഞാൻ മാറിയതിന്റെ പേര് ഒരുപാട് കട്ടം ഉണ്ടായതുപോലെ ഇപ്പൊ വീണ്ടും ഒരു കട്ടാവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. എങ്കിലും ഈ സത്യം എത്ര പ്രതികൂല സാഹചര്യം നേരിട്ട് വന്നാലും കഴിയുന്നിടത്തോളം ജനത്തെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവമേ, പിതാവായ ദൈവവും പുത്രനായ ക്രിസ്തുവും രണ്ടുപേരും തന്നെയാണ് എന്ന് പറഞ്ഞു കൊടുക്കാനും മനസ്സിലാക്കാനും ഞാൻ ഏറ്റവും ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഈ തുടർന്നുള്ള സമയം ദേവദാസൻ ഇതിന്റെ വിശദീകരണം സംസാരിക്കുന്നത് ശ്രോതാക്കളായ എല്ലാവരും താല്പര്യം കേൾക്കണമെന്ന് താല്പര്യപ്പെട്ടുകൊണ്ട് വാക്കുകൾ വിരമിക്കുന്നു. ദൈവം നമ്മെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ഓക്കെ. ദേവദാസൻ ഇന്ന് എന്നോട് പറഞ്ഞൊരു ചിന്ത, അന്ന് ദേവദാസൻ പറഞ്ഞില്ല. ഒരാളോട് തങ്ങളുടെ വളരെ പ്രിയപ്പെട്ട ഒരു വ്യക്തിത്വത്തോട് സുവിശേഷം പറയാൻ പോയതും ഇത്രയും കാലം പരിചയം ഉണ്ടായിരുന്ന ഒരുമിച്ചിരുന്ന വ്യക്തി അദ്ദേഹം പറഞ്ഞ സുവിശേഷം ശ്രവിക്കാതെ പോയതും കൂടെ ഒന്ന് പറഞ്ഞാട്ടെ. അപ്പോ താൻ പറയുന്ന സുവിശേഷം പറഞ്ഞിട്ട് അവര് തന്നെ അക്സെപ്റ്റ് ചെയ്തില്ല, തന്നെ തങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പുറത്താക്കുകയാണ്. അതുകൂടി ഒന്ന് പറഞ്ഞാട്ടെ. ഞാൻ 30 വർഷം മുമ്പ് സ്നാനമേറ്റപ്പോ എന്നോടുകൂടെ സ്നാനമേറ്റ ഒരു കുടുംബമുണ്ട്. ഒരു ഭാര്യയും ഭർത്താവും 2 മക്കളും. ഈ 30 വർഷവും സ്നാനമേൽക്കുന്നതിന് മുമ്പ് ഞങ്ങള് വളരെ ഉറ്റ സുഹൃത്തുക്കളായിരുന്നു. ഞങ്ങൾ തമ്മിൽ ഹൃദയൈക്യം പോലെ ഐക്യമുള്ള വ്യക്തികൾ ആരും വേറെ ഇല്ല. ഞങ്ങൾ തമ്മിലോടത്തോളം മാനസിക ഐക്യമുള്ള വേറെ ആരും ഇല്ലാതായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഈ ധ്യാനത്തിൽ സംബന്ധിക്കാൻ വേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കാനായിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നു. അവർ ഭാര്യയും ഭർത്താവും ഉണ്ട്. ഞാൻ പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരു ധ്യാനത്തിൽ സംബന്ധിക്കാൻ പോകണം. അത് വളരെ നല്ല കാര്യമാണ്. ഞാനും 2 ധ്യാനത്തിൽ സംബന്ധിച്ചു. തുടർന്ന് ഞാനും ഉണ്ടായിരിക്കും. അത് വളരെ ചെലവില്ല, അത് കൂടാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് വീണ്ടും പോകാം എന്ന് പറഞ്ഞിട്ട് ദൈവവചനത്തിൽ പിതാവായ ദൈവത്തെ കുറിച്ച്, പിതാവായ ദൈവം, അത്യുന്നതനായ ദൈവം പുത്രനായ യേശുവിനെ ലോകത്തിലേക്ക് അയച്ചു എന്നും അവിടുന്ന് സൃഷ്ടാവായ ദൈവമാണെന്നും സകലതും അവിടുന്ന് മുഖാന്തരം, അവിടുന്ന് സകലത്തിന് കാരണഭൂതനും യേശുക്രിസ്തു സകലത്തിന് മുഖാന്തരമാണെന്നാണ് തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നത്. തിരുവചനത്തിൽ ഉടനീളം എഴുതിയിരിക്കുന്നത് യേശുക്രിസ്തു മുഖാന്തരവും പിതാവ് കാരണഭൂതനുമാണ് എന്ന്. അപ്പൊ ഈ വേർതിരിവ് എനിക്ക് മനസ്സിലായില്ല. 25 പ്രാവശ്യം യേശുക്രിസ്തു തന്നെ അനുഗമിക്കാൻ തന്നോട് പറഞ്ഞത് ഞാൻ കണ്ടില്ല ഇതുവരെ. യേശു പറയാത്ത കാര്യം ചെയ്തും പറഞ്ഞ കാര്യം ചെയ്യാതെയും ഇരിക്കുന്ന ഈ അവസ്ഥ മാറിയിട്ട്
ദൈവവചനത്തിൽ എന്ത് പറയുന്നു വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ കൃത്യമായിട്ട് പറഞ്ഞു തന്ന് പഠിപ്പിക്കുന്ന ഈ പ്രാർത്ഥനാലയത്തിൽ നമുക്ക് പോയി ധ്യാനത്തെ സംബന്ധിക്കാം എന്ന് പറഞ്ഞു. ഇവര് കൂടി ആലോചിച്ചു പറഞ്ഞു, ഇത് ഞാൻ ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണ്. ഇത് യഹോവ സാക്ഷികളുടെ ഒരു പഠിപ്പിക്കൽ പോലെയാണല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അല്ല, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് കൊടുക്കേണ്ട അതേ മഹത്വം തിരുവചനത്തിൽ പറയുന്ന പോലെ പിതാവും പുത്രനും ഒന്നാണ്, സ്വഭാവത്തിൽ ഒന്നാണ്, പക്ഷെ അച്ഛനായ ദൈവമല്ല. ഇത് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഏതായാലും നമുക്ക് ധ്യാനത്തിൽ ഇതിന്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കേൾക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞു. ഞാൻ ഇന്ന് ധ്യാനത്തിന് പോരുന്നുണ്ടോ എന്ന് വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്റെ ഹൃദയം തകർന്നുപോയി. ഇനി ഇത് പറയാൻ ഇനി ഇങ്ങോട്ട് വരികയേ വേണ്ട, ഞങ്ങൾ രക്ഷിക്കപ്പെട്ട് ഇവിടം വരെ ആയല്ലോ, ഈ ധ്യാനമൊന്നും ദൈവമക്കൾക്കുള്ളതല്ല. കഷ്ടം. ദൈവമേ, നമ്മൾ സഹോദരി നിങ്ങൾക്ക് പ്രയോജനമുള്ള ഒരു കാര്യമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി അല്ലാതെ ഞാൻ ഒന്നും പറയുകയല്ല, ഒന്നും ചെയ്യല, നിങ്ങൾക്ക് അറിയാമല്ലോ എന്ന് പറയുമ്പോൾ അവർ പറയാണ് ഞങ്ങളില്ല, ഞങ്ങളിനി ആ വഴി. അപ്പം ഇത് പറയാനായിട്ട് ഇനി ഇങ്ങോട്ട് വരികയേ വേണ്ട എന്ന് പറയാനിടയായി. വളരെ മാനസികമായ അവർ ഇതുവരെയും നിലനിന്ന ഈ ഒരൊറ്റ കാര്യത്തിൽ, പിതാവും പുത്രനും രണ്ടാണെന്ന് പറഞ്ഞ കാര്യത്തിൽ 40-40 വർഷം ഒരുമിച്ച് സ്നേഹത്തിലായിരുന്ന കുടുംബവും ഞാനും തമ്മിൽ എന്നേക്കുമായി മുറിഞ്ഞു മാറാനിടയായി. സ്വോത്രം. എങ്കിലും ദൈവമേ, ഈ സത്യം എല്ലാവരും ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൈവമാത്രം മാത്രം ഉണ്ടാകട്ടെ. ശ്രദ്ധിച്ച പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ പലരും ദൈവത്തിന്റെ വചനം പറയുവാൻ ആഗ്രഹിക്കുന്നവരാണ്, അതിനുവേണ്ടി കർത്താവിന്റെ കൃപയിൽ ശ്രമിക്കുന്നവരുമാണ്. അപ്പോൾ എപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ലക്ഷ്യം എപ്പോഴും ഒരു വ്യക്തിയെ നിങ്ങളോട് ചേർക്കലോ, ഒരു സംഘടനയോട് ചേർക്കലോ, ഒരു ഗ്രൂപ്പിനോട് ചേർക്കലോ അല്ല. ആ വ്യക്തിയുടെ ഉടമസ്ഥനായ സൃഷ്ടാവായ ദൈവത്തിന്റെ അടുക്കൽ, സൃഷ്ടാവായ ദൈവം വെച്ച ഏക വഴിയായ ആകാശനയിൽ മനുഷ്യരുടെ ഇടയിൽ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട ഏക വഴിയായ ക്രിസ്തുവിലൂടെ പിതാവിങ്കിൽ എത്തിക്കുക എന്നുള്ളതാണെന്നുള്ള ബോധ്യം ആദ്യം വേണം. ഒരു മതത്തിലോ സംഘടനയിലോ ചേർക്കുന്നതല്ല. ഇനി രണ്ടാമത്, ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ ആദ്യം സ്ട്രക്ചർ മാറ്റാൻ നോക്കരുത്. ആദ്യം വാല്യൂ മാറ്റണം. വാല്യൂ മാറ്റാതെ സ്ട്രക്ചർ മാറ്റാൻ പോയാൽ ഇതേപോലത്തെ അനുഭവങ്ങൾ ഉണ്ടാകും. വാല്യൂ അകത്താണ്. അതായത് ചിന്തകൾ റൈറ്റായിട്ട് മാറ്റിയിട്ട് വേണം സ്ട്രക്ചർ മാറാൻ. ആദ്യം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചൊരുങ്ങി യേശു കർത്താവ് ചെയ്യുന്നത് പോലെ ആദ്യം ലക്ഷ്യം മാറ്റണം. ലക്ഷ്യം മാറ്റുമ്പോൾ വാല്യൂ മാറും. അപ്പോൾ സ്ട്രക്ചർ ഓട്ടോമാറ്റിക് മാറിക്കോളും. ലക്ഷ്യം മാറ്റാതെ വാല്യൂ മാറ്റാൻ പോകരുത്. അതായത് ലക്ഷ്യം മാറ്റാതെ സ്ട്രക്ചർ മാറ്റാൻ പോകരുത്. യേശുക്രിസ്തു വന്നൊരു കാര്യം, ജനങ്ങൾ അവരുടെ പ്രവൃത്തികൾ എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ധരിക്കുമെന്ന് അന്വേഷിച്ച് ഓടി നടക്കണേ. അപ്പൊ യേശുക്രിസ്തു ആദ്യം അവരോട് പറഞ്ഞത് മുമ്പേ ദൈവരാജ്യം അന്വേഷിക്കുക, അവരുടെ ഗോള് മാറ്റുകയാണ്. ഗോള് മാറ്റുകയാണ്. ഇന്നത്തെ ക്രിസ്തീയ സമൂഹത്തിൽ നല്ലൊരു പങ്കിന് ഗോൾ അറിയില്ല. ക്രിസ്തീയ ജീവിതത്തിന്റെ ഗോൾ അറിയില്ല. അപ്പൊ ആദ്യം തന്നെ അവരോട് ഗോള് പറയണം, ലക്ഷ്യം പറയണം.
അല്ലാണ്ട് ഇന്നത്തെ അത് ശരിയല്ല ഇത് ശരിയല്ല എന്നല്ല പറയണ്ടേ, ലക്ഷ്യം പറയണം. ആ ലക്ഷ്യം അവരുടെ ഉള്ളിൽ അവരുടെ ദർശനമായി മാറണം. മുമ്പേ ദൈവരാജ്യം അന്വേഷിക്കുക എന്ന യേശു ക്രിസ്തുവിന്റെ ആ ലക്ഷ്യം പറഞ്ഞിട്ട് വേണം ആ സ്ട്രക്ചർ, ചിന്തകൾ മാറ്റുവാൻ. ഈ പോയിന്റൊക്കെ നോട്ട് ചെയ്യാം. ഇനി അടുത്തത്, നമ്മളുടെ ജീവിതത്തിൽ ഇവരെ കുറിച്ചുള്ള നമ്മുടെ ആഗ്രഹം, ഈ വ്യക്തികൾ ദൈവരാജ്യത്തിൽ എത്തണമെങ്കിൽ ദൈവവചനത്തിൽ നിന്ന് നമ്മൾ ഇടത്തോട്ടും വലത്തോട്ടും മാറരുത്. ഇവിടെ ഉണ്ടായ ഒരു കോൺഫ്ലിക്റ്റ് ഈ ദേവദാസൻ പറഞ്ഞത് യേശു ക്രിസ്തുവും പിതാവും ഒന്നല്ല എന്നാണ്. ബൈബിള് പ്രകാരം ആ പറഞ്ഞത് തെറ്റാണ്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ലാംഗ്വേജ് കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. അവിടെ കുര്യച്ചൻ പാസ്റ്റർ ആ വ്യക്തിയോട് പറഞ്ഞൊരു കാര്യം, യേശു ക്രിസ്തുവും പിതാവും ഒന്നല്ല എന്ന് പറഞ്ഞു. പക്ഷേ യോഹന്നാൻ 10:30 പറയുന്നു, യേശു പറയുന്നു, ഞാനും പിതാവും ഒന്നാണ്. ഈ ജനത്തെ പിശാച് പൂട്ടിയിട്ടിരിക്കുകയാണ്. ഇവരുടെ മനസ്സില് ദൈവവചനത്തിലെ ചില ചിന്തകൾ ആത്മീയ കാഴ്ചപ്പാടില്ലാതെ ജഡിക കാഴ്ചപ്പാടോടുകൂടി കൊടുത്ത് ഇവരുടെ ഹൃദയത്തിൽ കോട്ട കെട്ടിയിരിക്കുകയാണ്. അങ്ങനെയുള്ള ജനത്തിന്റെ അടുക്കൽ കടന്നുപോയി പറയുമ്പോൾ വളരെ പ്രാർത്ഥനയോടെ ദൈവിക പരിജ്ഞാനത്തോടെ നാം സംസാരിക്കണം. യോഹന്നാൻ 10:30 വായിച്ച്. ഞാനും പിതാവും ഒന്നാകുന്നു. അപ്പോ യേശു ക്രിസ്തു പറയുന്നു ഞാനും പിതാവും ഒന്നാകുന്നു. എന്നാൽ കുര്യച്ചൻ പാസ്റ്റർ അവിടെ പോയി പറഞ്ഞത് യേശു ക്രിസ്തുവും പിതാവും ഒന്നല്ല, രണ്ടാണ്. ശ്രദ്ധിക്കുക, അവിടെ പറയേണ്ടത് ഇങ്ങനെയായിരുന്നു. വിശുദ്ധ ബൈബിൾ പറയുന്നത് പോലെ, യേശു ക്രിസ്തു പറയുന്നത് പോലെ, യേശു ക്രിസ്തുവും പിതാവും ഒന്നാണ്, പക്ഷേ രണ്ടുപേരും ഒരാളല്ല. അപ്പോൾ അവരുടെ ഉള്ളിൽ ഒരു ചോദ്യം വരുമ്പോൾ വ്യക്തതയോടെ പറയുക, വിവാഹ ദിവസം വിവാഹം കഴിപ്പിക്കുന്ന ശുശ്രൂഷകൻ നിയുക്ത വരനോടും വധുവിനോടും വിവാഹം കഴിഞ്ഞ ശേഷം പറയും, ഇനി നിങ്ങൾ രണ്ടല്ല ഒന്നാണ്. അതായത് ഇനി മുതൽ ഒരു പ്രവൃത്തിയിൽ നിങ്ങൾ തലയും ശരീരവും എന്നതുപോലെ ഒരേ ദർശനത്തിൽ മുന്നേറുകയാണ്. എന്നാൽ അപ്പോഴും അവർ രണ്ടാണ്. പക്ഷെ പ്രവൃത്തിയിൽ, ലക്ഷ്യത്തിൽ അവർ ഒന്നാണ്. എപ്പോഴും ശ്രദ്ധിക്കുക, ദൈവവചനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ട് സ്ട്രക്ചറിൽ മാറ്റം വരുത്തുക. യേശു ക്രിസ്തുവും പിതാവും ഒന്നാണ്. ഇനി ഇവർക്ക്, ഈ ജനത്തിന് ആദ്യം കൊടുക്കേണ്ടത് ഗോളാണ്. അങ്ങനെ പറഞ്ഞാണ് വരുന്നതെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദൈവവചനത്തിലെ ഗോൾ എന്ന് പറയുന്നത് ഒരുവനെ കത്തോലിക്കനാക്കലോ CSA ആക്കലോ പെന്തക്കോസ്തുകാരനാക്കലോ ബ്രദറൻകാരനാക്കലോ അല്ല. നമ്മളാണ് അവിടെ തെറ്റിപ്പോയത്. ദൈവവചനത്തിന്റെ ഗോൾ എന്ന് പറയുന്നത്
യേശു പറയുന്നു, ഞാനും പിതാവും ഒന്നായിരിക്കുന്നത് പോലെ നിങ്ങളും ഞങ്ങളിൽ ഒന്നാകണം. ഇതാ ജനത്തിന് അറിയില്ല. അവരാകപ്പാടെ കേട്ടത് യോഹന്നാൻ 10:30 മാത്രമേ ഉള്ളൂ. ആ 10:30 സത്യമായ വചനം പിശാചെടുത്ത് ജനത്തിന്റെ അജ്ഞാനിമിത്തം അവരെ കോട്ടയ്ക്കകത്ത് അടയ്ക്കാൻ ഉപയോഗിച്ചു. ആരെ? ഈ ജനത്തെ. ജനം ഇതുകൊണ്ട് കോട്ടയ്ക്കകത്ത് പെട്ടുകിടക്കുകയാണ്. യേശു തന്നെയാണ് പിതാവ് എന്ന് പറഞ്ഞു. ഇനി അങ്ങനെയല്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ആ വ്യക്തി അവരങ്ങ് വെറുക്കും. പല കൊലപാതകങ്ങൾ ചെയ്ത ഒരു വ്യക്തിയെ വെറുക്കുന്നതിനേക്കാൾ അധികമായി വെറുക്കും. ആ വ്യക്തിയോട് അവർ സഹകരിക്കുക പോലുമില്ല. അയൽവക്കത്തെ വീട്ടിലെ മറ്റു മതസ്ഥരോടൊക്കെ അവർ സംസാരിക്കും. പക്ഷെ ഈ വ്യക്തിയെ കാണുമ്പോൾ സംസാരിക്കാൻ പോലും ഒരു തുണിയില്ല. അത്രത്തോളം ഒരു വെറുപ്പും അറപ്പും ഒക്കെ ഇവരുടെ ഉള്ളിൽ വരും. കാരണം അവർ പിശാചിന്റെ തടവറയ്ക്കുള്ളില. യഥാർത്ഥ ക്രിസ്തുവിനെയാണ് അവർ കണ്ടെത്തിയിരുന്നതെങ്കിൽ അവർ മറ്റുള്ളവരെ തങ്ങളെ പോലെ തന്നെ സ്നേഹിക്കും. അപ്പൊ ഇത് വ്യക്തതയോടെ തിരിച്ചറിഞ്ഞിട്ട് ഈ പിശാചിന്റെ തടവിലാണ് എന്നും കോട്ടയ്ക്കുള്ളിലാണ് എന്നും ഇവരെ വിടുവിക്കുവാൻ എനിക്ക് സ്വയമേ കഴിയുകയില്ല എന്നും ദൈവം എന്നിലൂടെ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഇവരെ വിടുവിക്കുവാൻ കഴിയുള്ളൂ എന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവകൃപയിൽ ആശ്രയിച്ച് നമ്മൾ ഒരു വ്യക്തിക്ക് ബോധ്യം കൊടുക്കണം, ബോധം കൊടുക്കണം. പ്രിയമകനെ, പ്രിയമകളെ, നീ ലക്ഷ്യത്തിലൊത്തുമോ? എന്താണ് ക്രിസ്തീയ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് ആ വ്യക്തികളെ അറിയിക്കുക, അവരോട് ചോദിക്കുക. തുടർന്ന് അവരോട് പറയുക, യേശുക്രിസ്തു തന്നെയാണ് സ്വർഗസ്ഥ പിതാവെങ്കിൽ എന്തുകൊണ്ട് ന്യായവിധി ദിവസം യേശുക്രിസ്തു തന്നെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച വ്യക്തികളെ സ്വർഗീയ പിതാവിന്റെ പേരും പറഞ്ഞ് സ്വർഗീയ പിതാവിന്റെ ഇഷ്ടം ചെയ്തില്ല എന്ന് പറഞ്ഞ് പുറത്താക്കിയത് എന്തുകൊണ്ട്? ആദ്യം അവരുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിക്കണം. വളരെ കുറച്ചു പേര് മാത്രം പറയുക ലക്ഷ്യം എനിക്ക് സ്വർഗരാജ്യത്തിലെത്തണം. ബാക്കിയുള്ളവർക്ക് അതുപോലും അറിയത്തില്ല. എന്നാൽ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 21, 22, 23 വാക്യങ്ങളിൽ യേശുക്രിസ്തു എല്ലാവരും കടന്നു പോകേണ്ട ന്യായാസനത്തെ കുറിച്ച് പറയുന്നുണ്ട്. അന്നാളിൽ പലരും എന്നോട് പറയും. ആ സഹോദരങ്ങൾക്ക് ബോധം കൊടുക്കുക, പ്രിയ സഹോദര, അങ്ങ് പറയുന്നത് പോലെ യേശുക്രിസ്തു തന്നെയാണ് പിതാവ് എങ്കിൽ എന്തുകൊണ്ടാണ് യേശുവിനെ കർത്താവായി സ്വീകരിച്ച വ്യക്തികളോട് യേശുക്രിസ്തു പറഞ്ഞത്, എന്നെ കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്തവരെ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുകയുള്ളൂ, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവിൻ എന്ന് തീർത്തു പറഞ്ഞത് എന്തുകൊണ്ട്? അവിടെ എന്താണ് നിങ്ങൾക്ക് ഉത്തരം പറയാനുള്ളത്? യേശു തന്നെയാണ് ഈ പിതാവെങ്കിൽ യേശുക്രിസ്തു ആ പറഞ്ഞത് യേശു വാക്കുമാറിയതല്ലേ? പക്ഷെ നമ്മൾ പാടുന്നത് എന്റെ യേശു വാക്കുമാറാത്തവനെന്നല്ലേ? നമ്മുടെ അറിവില്ലായ്മയിൽ നമ്മൾ പെട്ടുപോവുകയാ.
യേശുക്രിസ്തു അല്ല പിതാവ്, എന്നാൽ യേശുക്രിസ്തുവും പിതാവും ഒന്നാണ്. ഭാര്യയല്ല ഭർത്താവ്, എന്നാൽ യഥാർത്ഥ വിവാഹ ജീവിതത്തിൽ ഭാര്യയും ഭർത്താവും ഒന്നാണ്. ഭർത്താവ് കാരണഭൂതനും ഭാര്യ മുഖാന്തരവുമാണ്. സ്വർഗീയ ഭവനത്തിൽ സ്വർഗസ്ഥ പിതാവ് കാരണഭൂതനും യേശുക്രിസ്തു മുഖാന്തരവുമാണ്. ഇതൊന്നും ജനത്തിന് അറിയത്തില്ല. ഇതൊന്നും ജനം അറിയാൻ പിശാച് സമ്മതിക്കുകയില്ല. കാരണം ഇവരെ അജ്ഞതയുടെ കോട്ടയ്ക്കുള്ളിൽ മറച്ചിട്ടിരിക്കുകയാണ്. യോഹന്നാൻ 10:30 പേരും പറഞ്ഞുകൊണ്ട്. ഇതേപോലെ വീണ്ടും വചനങ്ങളുണ്ട്. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. യോഹന്നാൻ 14:7. ഇത് എന്താണ് യേശു പറഞ്ഞതെന്ന് മനസ്സിലാക്കുവാൻ കഴിയാതെ ഇത് ജഡികമായി എടുത്ത് സ്വർഗസ്ഥ പിതാവിനെ അങ്ങ് ക്യാൻസൽ ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്ന ഒരു കൂട്ടം സഭ. ഇവിടെയും യോഹന്നാൻ 14:7 വായിച്ച്. നിങ്ങൾ എന്നെ അറിഞ്ഞുവെങ്കിൽ എന്റെ പിതാവിനെയും അറിയുമായിരുന്നു. ഇന്നു മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, അവനെ കണ്ടുമിരിക്കുന്നു എന്ന് പറഞ്ഞു. ശ്രദ്ധിച്ചേ, ഇതാ അവിടെ പറയുന്ന ഒരു കാര്യം. യേശുക്രിസ്തു പറയാണ്, നിങ്ങൾ എന്നെ അറിഞ്ഞെങ്കിൽ എന്റെ പിതാവിനെ അറിയുമായിരുന്നു. കാരണം അതിന്റെ 10-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, എന്റെ പിതാവ് എന്റെ ഉള്ളിൽ വസിച്ച് എന്നിലൂടെ പ്രവർത്തിക്കുന്നു. കാരണം എന്റെ പിതാവ് എന്റെ തലയാണ്. എന്റെ പിതാവ് എന്റെ തലയാണ്. ആ തലയുടെ ശരീരമാണ് ഞാൻ. ശരീരത്തെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. പിതാവ് അദൃശ്യനാണ്, ഞാൻ ദൃശ്യനാണ്. യേശു ജഡത്തിലാ വന്നിരിക്കുന്നത്. ഇത് ഏതൊരു ദൈവ പൈതലും തന്റെ ജീവിതത്തിൽ ഈ ഒരു രൂപത്തിൽ വേണം വെളിപ്പെടാൻ. നമ്മളെ കാണുന്നവൻ ക്രിസ്തുവെ കാണണം. ക്രിസ്തുവെ കാണുന്നവൻ പിതാവിനെ കാണണം. കാരണം നമ്മുടെ തല ക്രിസ്തു, ക്രിസ്തുവിന്റെ തല ദൈവം എന്ന് നിങ്ങൾ അറിയണമെന്നാണ് 1 കൊരിന്ത്യർ 11:3 പറയുന്നത്. എന്നാൽ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ അല്ല നമ്മളിപ്പോ കടന്നു പോകുന്നത്. ഇപ്പൊ യേശുക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ മത്തായിയുടെ സുവിശേഷം 7:21-22-23 കടന്നു വന്ന് നിങ്ങളാണ് അവിടെ നിൽക്കുന്നതെങ്കിൽ ഈ വചനം വിശ്വസിച്ച് ഈ വചനം വെച്ച് കമന്റ് എഴുതുന്ന നിങ്ങളാണ് അവിടെ നിൽക്കുന്നതെങ്കിൽ യേശുക്രിസ്തു 7:21 പറയുകയാണ്. 21 വായിച്ചേ. കർത്താവേ, കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ 21. ഭൂതങ്ങളെ പുറത്ത് 21. എന്നോട് കർത്താവേ, കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളാണെങ്കിൽ എന്ത് പറയും അവിടെ? ഞാനിപ്പോ ഞാൻ യേശുവിനെ കണ്ടപ്പോ പിതാവിനെ കണ്ടു, യേശു ആണ് പിതാവ് എന്ന് ഞാൻ വിചാരിച്ച് ഞാൻ അങ്ങോട്ട് ചെല്ലുകയാണ്. അപ്പോഴാണ് സ്വർഗത്തിലെ യേശു എന്നോട് പറയുന്നത്, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനും അല്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്തവനാണ് സ്വർഗരാജ്യത്തിൽ കടക്കുള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങളാണെങ്കിൽ എന്ത് പറയുമെന്ന് നിങ്ങൾ ചിന്തിക്കുക. ഞാനാണെങ്കിൽ എന്ത് പറയുമെന്ന് ഞാൻ അങ്ങോട്ട് പറയാം. ഞാൻ ഉടനെ യേശുവിനോട് ചോദിക്കും, ഞങ്ങളൊക്കെ പാടിയത് എന്റെ യേശു വാക്കുമാറാത്തവനെന്ന്. അങ്ങല്ലേ പറഞ്ഞേ അങ്ങേ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന്. ഇത് വെച്ച് ഞങ്ങളുടെ പാസ്റ്റർ പറഞ്ഞു തന്നത് അങ്ങാണ് പിതാവെന്ന. അപ്പൊ ഇവിടെ വന്നപ്പോ അങ്ങ് കാലു മാറുന്നു, അങ്ങ് വാക്കു മാറുന്നു. ന്യായവിധിയുടെ അടുക്കൽ വന്നപ്പോ എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന അവനും അല്ല. അപ്പൊ അങ്ങല്ലയോ പിതാവ്, അങ്ങല്ലയോ പിതാവ്. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന അവനും അല്ല, എന്റെ പിതാവിന് ഇഷ്ടം ചെയ്യുന്ന ഇനി വേറൊരു പിതാവുണ്ടോ? അങ്ങ് തന്നെയല്ലയോ അത് എന്ന് ഞാൻ ചോദിച്ചതിനെ നിങ്ങളാണെങ്കിൽ എന്നാ പറയും? എന്റെ വേറെ ഇതൊന്നും ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, ആത്മീയ കാര്യങ്ങൾ എന്നാ പറഞ്ഞിട്ട് ഞങ്ങളൊരു എന്റെ മന്ദബുദ്ധി പോലെ ഞങ്ങൾ ഇരിക്കുന്നത്. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ വന്നപ്പോൾ ഞങ്ങളോട് പറഞ്ഞു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാനും പിതാവ് ഒന്നാണെന്ന്. എന്നിട്ട് ഈ ന്യായവിധി സമയം വന്നപ്പോ കാലു മാറുന്നു. നിങ്ങൾക്ക് കാര്യം പിടുത്തം കിട്ടിയോ?
ശരിക്കും യേശു കാല് മാറിയതല്ല. ആത്മീയ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ, യേശു പറഞ്ഞ ആത്മീയ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ ജഡിക മനുഷ്യനായ നമുക്ക് പറ്റിയിട്ടില്ല. ഇതാ വിഷയം. ശിഷ്യന്മാരോട് പറഞ്ഞു പുളിച്ച മാവിനെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോ അവര് ഉടനെ ചിന്തിച്ച എന്നാന്നറിയാമോ? അന്നത്തെ ചെടികൾ ചിന്തിക്കുന്ന ശിഷ്യന്മാർ, ഓ അപ്പത്തിന്റെ കാര്യമായിരിക്കും പറഞ്ഞത്. ഉടനെ യേശു ക്രിസ്തു അവരെ ശാസിച്ചു പറയാണ്, പരീശന്മാരുടെ ദുരുപദേശമായ പുളിച്ച മാവിനെ സൂക്ഷിക്കാനാ പറഞ്ഞേ, അല്ലാണ്ട് അപ്പത്തിന്റെ കാര്യമല്ല. മനസ്സിലായോ? യേശു ക്രിസ്തു ആത്മീയമായത് പറയുമ്പോൾ നമ്മൾ ജഡികമായിട്ട് എടുക്കും. പിശാചിന്റെ ചിന്ത നമ്മളെ ജഡത്തിൽ തളയ്ക്കുക എന്നുള്ളതാണല്ലോ. എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ആരും തെറ്റിപ്പോകരുത്. യേശു കർത്താവ് വളരെ, അതായത് നിങ്ങളുടെ ഉള്ളിൽ കോട്ടകൾ, വചനമിട്ട് കോട്ടകൾ കെട്ടി, വചനമിട്ട് വചനത്തെ ജഡികമായി ചിത്രീകരിച്ച് കോട്ടകൾ ഇട്ടിരിക്കുകയാണ്. ആ കോട്ടകൾ തകരണം. ആ കോട്ടകൾ തകർന്നെങ്കിൽ മാത്രമേ ഇത് പുറത്തിറങ്ങാൻ പറ്റൂ. ഇതാണ് യേശു ക്രിസ്തു മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 23-ാം വാക്യത്തിൽ യേശു ക്രിസ്തു തന്നെ അനുഗമിക്കുന്ന ആ ജനത്തോട് പറഞ്ഞത്, നിങ്ങൾ വെളിച്ചമെന്ന് ചിന്തിക്കുന്ന വെളിച്ചം ഇരുട്ടായാൽ ഇരുട്ട് അത്ര വലിയത്. കാരണം ഇരുട്ടിനെ കയറിയാ നിങ്ങൾ വെളിച്ചം എന്ന് പറയുന്നത്, ഇരുട്ടിനെ കയറിയാ വെളിച്ചം എന്ന് പറയുന്നത്. 6:23 ഒന്ന് വായിച്ച്. 6:23. എന്നാൽ നിന്നിലുള്ള വെളിച്ചം ഇരുട്ടായാൽ ഇരുട്ട് എത്ര വലിയത്. ഈ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു മലയാളം ട്രാൻസ്ലേഷൻ ഉണ്ട്, അത് വായിച്ചാൽ തന്നെ തെറ്റിപ്പോ. അത് വായിച്ചാൽ തന്നെ പല ഭാഗങ്ങളും നമ്മൾ തിരിച്ചു കളഞ്ഞു. അതാ അതിന്റെ റിയൽ മീനിങ് ഇങ്ങനെയാണ്. എന്നാൽ നിന്നിലുള്ള വെളിച്ചം ഇരുട്ടായാൽ ഇരുട്ട് എത്ര വലിയത് എന്നുള്ളത് നമുക്കൊരു ക്ലാരിറ്റി കിട്ടുന്നില്ല എന്താ ഈ പറഞ്ഞെന്ന്. അതായത് അതിന്റെ NLT ന്യൂ ലീവിംഗ് ട്രാൻസ്ലേഷൻ വായിക്കുമ്പോൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നീ ചിന്തിക്കുന്നു നിനക്കൊരു വെളിച്ചമുണ്ട് എന്ന് നീ ചിന്തിക്കുന്നു. അപ്പൊ നിന്റെ ചിന്തയിൽ നിനക്ക് എന്നാ ഉണ്ട്? നിനക്ക് വെളിച്ചമുണ്ട്. പക്ഷെ ആ വെളിച്ചമല്ല ദൈവ ഇഷ്ടമെങ്കിൽ നീ ഇരുട്ടിനെ കയറിയാണ് വെളിച്ചം എന്ന് വിളിക്കണേ. ഇരുട്ടിനെ കയറിയാ വെളിച്ചം എന്ന് വിളിക്കണേ. അതായത് നമ്മൾ ഇന്ന് യേശു കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചാൽ സ്വർഗരാജ്യം അവകാശമാക്കാന്ന് കണ്ട് ചിന്തിച്ചോണ്ടിരിക്കുക. എന്നാൽ മനസ്സിലാക്കിക്കൊള്ളുക, യേശു ക്രിസ്തു പറയുന്നു, എന്നെ കർത്താവേ കർത്താവ് എന്ന് പറയുന്നവനല്ല സ്വർഗരാജ്യത്തിൽ കിടക്കുന്നേ, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനെ സ്വർഗരാജ്യത്തിൽ കിടക്കുള്ളൂ. ഇതാണ് മത്തായി 7:21 പറയുന്നത്. അങ്ങനെയെങ്കിൽ യേശു പറയുന്നത് പോലെ അല്ല നമ്മൾ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് സ്വർഗരാജ്യത്തിൽ കിടക്കുന്നതെങ്കിൽ നമ്മളുടെ ചിന്ത ഇരുട്ടാണ്. നമ്മുടെ ചിന്ത ഇരുട്ടാണ്. കാരണം നമ്മൾ യേശുവിനെ കർത്താവ് എന്നും പറഞ്ഞുകൊണ്ട്, യേശുവിനെ കർത്താവ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം തന്നെ കേട്ടോ, പക്ഷെ അതുകൊണ്ട് സ്വർഗരാജ്യത്തിൽ കിടക്കില്ല. കഴിഞ്ഞ കാല ഭാഗങ്ങളുടെ ശിക്ഷാവിധിയിൽ രക്ഷ പ്രാപിക്കുകയുള്ളൂ. നമ്മൾ അതാണ് സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മളുടെ ചിന്ത തെറ്റാണ്. ഇന്ത്യൻ പാസ്പോർട്ട് കിട്ടിയാൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ കയറാമെന്ന് ചിന്തിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ചിന്ത ഇരുട്ടാണ്. നിങ്ങൾ ചിന്തിച്ച് ഇന്ത്യൻ പാസ്പോർട്ടും കൊണ്ട് യാത്ര ചെയ്യുകയാണ്, ഇതുകൊണ്ട് എനിക്ക് UAE കയറാന്ന്, ദുബായിൽ കയറാന്ന്. നിന്റെ ചിന്ത തെറ്റാണ്, അത് ഇരുട്ടാണ്, അതിലോട്ട് കയറാൻ പറ്റില്ല. യേശുവിനെ കർത്താവായി സ്വീകരിച്ചുകൊണ്ട് സ്വർഗ്ഗത്തിൽ കയറാൻ പറ്റില്ല. ആര് പറഞ്ഞു? ഞങ്ങളുടെ പാസ്റ്റർ പറഞ്ഞല്ലോ, ഞങ്ങളുടെ അച്ഛൻ പറഞ്ഞല്ലോ. നിങ്ങളുടെ പാസ്റ്റർ അങ്ങനെ പറയട്ടെ, നിങ്ങളുടെ അച്ഛൻ അങ്ങനെ പറയട്ടെ, അത് അവരുടെ അറിവാണ്. എന്നാൽ യേശു കർത്താവ് പറയുന്നു, എന്നെ കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരെ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുള്ളൂ. ആകാശം മാറും, ഭൂമി മാറും, നമ്മുടെ കർത്താവിന്റെ വാക്കുകൾക്ക് യാതൊരു മാറ്റവും. അപ്പോ ഈ ജനം ഇരുട്ടിലല്ലേ? ഇവർ അവസാനം വരെ യേശുവിനെ കർത്താവായി സ്വീകരിച്ചു സ്വർഗ്ഗരാജ്യത്തിൽ കയറുമെന്ന് പറയും. ഇവർ പോവുകയും ചെയ്യും. അവസാനം ന്യായവിധി സമയത്ത് യേശു പറയും, ഗെറ്റ് ഔട്ട്, ഞാൻ ഒരു കാലത്ത് നിങ്ങളെ അറിഞ്ഞിട്ടില്ല. എന്നെ കർത്താവേ കർത്താവ് എന്ന് പറയുന്നവനല്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനെ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുകയുള്ളൂ. അപ്പൊ ശരിക്കും ഇവർ കിടക്കുന്ന കോട്ട എന്ന് പറയുന്നത് വമ്പൻ കോട്ടയ്ക്കുള്ളിൽ പെട്ട് കിടക്കുകയല്ലേ? വമ്പൻ കോട്ടയ്ക്കുള്ളിൽ ഇവർ ക്രിസ്ത്യാനികളാണെന്നോ ഞങ്ങൾ സ്വർഗ്ഗരാജ്യത്തിൽ കയറുമെന്നും പറഞ്ഞ് ഇവര് പോണേ. പക്ഷെ അവസാനം അവിടെ ചെന്നപ്പോൾ അവർക്ക് മനസ്സിലായത്
യേശുവിനെ കർത്താവേ കർത്താവ് എന്ന് പറയുന്നതല്ല സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കാനുള്ള യോഗ്യത എന്ന് യേശു പറയുന്നു. തന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നതാണ്. ഇവർക്ക് പിതാവിന്റെ ഇഷ്ടം ഞാൻ പോലും അറിയത്തില്ല. പിതാവിന്റെ ഇഷ്ടമാണ് സ്വർഗ്ഗരാജ്യത്തിൽ കിടക്കാനുള്ള യോഗ്യത. ഇവർ വേറെ ഒന്നും പിടിച്ചോടെ വേണമേ. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ കിടക്കാനുള്ള യോഗ്യത അവിടുത്തെ ഗവൺമെന്റിന്റെ വിസ കയ്യിൽ വേണം. പക്ഷെ ഇവര് ചെല്ലുന്നത് അതുകൊണ്ടല്ല, ഇവര് ചെല്ലുന്ന ഇന്ത്യൻ പാസ്പോർട്ടും കൊണ്ടാ. അപ്പൊ ഉടനെ ആ ഇമിഗ്രേഷൻ ഓഫീസർ പറയാ ഇന്ത്യൻ പാസ്പോർട്ട് എന്ന് പറഞ്ഞ് അത് കൊണ്ടുവരുന്നതല്ല യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ കിടക്കുന്നത്. ദുബായിയുടെ അവിടുത്തെ ഗവൺമെന്റിന്റെ വിസ ഉള്ളവനെ ദുബായിൽ കിടക്കുള്ളൂ. പിടുത്തം കിട്ടിയോ? ഇത് മനസ്സിലാകാൻ നിങ്ങൾക്ക് വലിയ പാടാ. ഒരുപക്ഷെ നിങ്ങൾ റോക്കറ്റ് സയന്റിസ്റ്റ് ആയിരിക്കും, പക്ഷെ ഇത് മനസ്സിലാകാൻ പാടാ. ഇത് വിശുദ്ധ ബൈബിളിലെ വചനമായി പറയുന്നേ. ഇത് പിശാച് മനുഷ്യന്റെ ഹൃദയത്തിൽ കെട്ടിവെച്ച സങ്കല്പത്തിന്റെ ഒരു വമ്പൻ കോട്ടയാണിത്. ഈ കോട്ടയിൽ തൊട്ട് കഴിഞ്ഞാൽ ശ്രദ്ധിച്ചേ, സാധാരണ ഒരാൾ ഒരു കോട്ടയ്ക്കുള്ളിൽ അകപ്പെട്ടെന്ന് ചിന്തിക്കുക. കോട്ടയ്ക്കുള്ളിൽ അയാളുടെ ആഗ്രഹം എന്തായിരിക്കും എന്ന് അറിയാമോ? ഈ കോട്ടയുടെയും പ്രത്യേകത. നിങ്ങൾ സിനിമയൊക്കെ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ ഈ പലപ്പോഴും കാണാൻ പറ്റും. ഞാൻ ചെറുപ്പത്തിൽ ധാരാളം കണ്ടിട്ടുണ്ട്. ആ പലരെയും ഇതാ പിടിച്ചോണ്ട് കൊള്ളക്കാരും ഉണ്ട്, കോട്ടയ്ക്കുള്ള അടയ്ക്കും. ഈ അടച്ചവന്റെ ആഗ്രഹം എങ്ങനെയെങ്കിലും അതിൽ നിന്ന് പുറത്തിറങ്ങണമെന്ന്. പക്ഷെ ഇവിടുത്തെ കേസ് നേരെ തിരിച്ചാ. കോട്ടയ്ക്കുള്ളിൽ പിശാച് ഇതേപോലെ യോഹന്നാൻ 10:30 അവ്യക്തമായി ജനീയമായി ഇട്ടിട്ട് ഇതിൻ്റെ ഉള്ളിൽ അകപ്പെട്ട് ആരെങ്കിലും പോയാൽ, നിങ്ങൾ ആരെങ്കിലും അവരെ രക്ഷിക്കാൻ പോയാൽ, ഈ കോട്ടയ്ക്കകത്ത് കടക്കുന്നവൻ നിങ്ങൾക്കെതിരെ വരും. എന്നെ ഈ കോട്ട പൊട്ടിച്ച് നീ പുറത്തിറങ്ങാൻ പോകുന്നോ? ഒരിക്കലും ഞാൻ സമ്മതിക്കത്തില്ല. മാത്രമല്ല ഇനി മേലാൽ ഈ കോട്ട പൊട്ടിക്കാൻ ഇവിടെ വരരുത്. ഈ കോട്ടയ്ക്കുള്ളിൽ കിടന്ന് നശിക്കാൻ പോകുന്ന അത്ര പവർഫുൾ ആയിട്ട് പിശാച് ആ കോട്ട കെട്ടിയിരിക്കുന്നത്. നിങ്ങൾ അവരെ രക്ഷിക്കാൻ പോയാൽ അവര് നിങ്ങളെ എതിർക്കും. എന്നാൽ ഈ ലോകത്തിൽ ഒരു കോട്ടയ്ക്കുള്ളിൽ ഒരുത്തം പെട്ടുപോയാൽ, നിങ്ങൾ രക്ഷിക്കാൻ പോയാൽ അവൻ ഉടനെ പറയും രക്ഷിക്കണേ എന്ന്. പക്ഷെ പിശാച് കേട്ട് ഈ കോട്ടയുടെ പ്രത്യേകത എന്താണ്? ആരെയാണോ പിശാച് കോട്ടയ്ക്കുള്ളിൽ അടച്ചത് അവൻ അകത്ത് കിടന്നുകൊണ്ട് രക്ഷിക്കാൻ വരുന്നവനെ എതിർക്കും. അർത്ഥം കിട്ടിയോ? ഇത് ശ്രദ്ധിച്ചേ. ആ മത്തായി 6:23 ഞാൻ NLT വായിക്കാം, ന്യൂ ലിവിംഗ് ട്രാൻസ്ലേഷനിൽ വായിക്കാം. അപ്പോ നിങ്ങൾക്ക് അതിന്റെ അർത്ഥം മനസ്സിലാവും. അവിടെ എഴുതിയിരിക്കുകയാണ്, and if the light you think you have is actually darkness, how deep that darkness is. അതായത് നീ നിനക്ക് ഉണ്ടെന്ന് ചിന്തിക്കുന്ന വെളിച്ചം, അതായത് ഞങ്ങളൊക്കെ അങ്ങ് ദൈവരായിട്ട് ഇപ്പൊ റെഡി ആയിരിക്കുക, ഞങ്ങളങ്ങ് പോവുക എന്ന്, യേശുവിനെ കർത്താവായി സ്വീകരിച്ചു എന്നൊക്കെ പറഞ്ഞ് ചിന്തിച്ചിരിക്കുന്ന ആ സംഭവം ഉണ്ടല്ലോ, യഥാർത്ഥത്തിൽ അതല്ല ദൈവരാജ്യ പ്രവേശനത്തിനുള്ള യോഗ്യത. പക്ഷെ നീ ചിന്തിച്ചിരിക്കുന്ന യേശുവിനെ കർത്താവായി സ്വീകരിച്ച ദൈവരാജ്യത്തിൽ കയറാണ്. ഇവിടെ യേശു പറയുന്നത് എന്നെ കർത്താവേ എന്ന് പറയുന്നവരല്ല. അല്ല എന്ന് പറഞ്ഞാൽ അല്ല, എന്റെ പിതാവിന് ഇഷ്ടം ചെയ്തതിനെ സ്വർഗ്ഗരാജ്യത്തിൽ കയറത്തുള്ളൂ. പക്ഷെ നീ ചിന്തിച്ചിരിക്കുന്ന യേശുവിനെ കർത്താവായി സ്വീകരിച്ച സ്വർഗ്ഗരാജ്യത്തിൽ കയറാണ്. യേശുക്കെന്ന് പറയാണ്, നീ വെളിച്ചമെന്ന് ചിന്തിക്കുന്ന വെളിച്ചം അത് ഇരുട്ടാണെങ്കിൽ ആ ഇരുട്ട് എത്ര വലിയത്. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. And if the light you think you have is actually darkness, നീ നിനക്കുണ്ടെന്ന് പറയുന്ന വെളിച്ചം, നീ നിനക്കുണ്ടെന്ന് ചിന്തിക്കുന്ന വെളിച്ചം അത് ഇരുട്ടാണെങ്കിൽ, അപ്പൊ ഈ ഇരുട്ടിനെ കയറി എന്നാ വിളിക്കണേ? വെളിച്ചം. ഇവിടുത്തെ കിട്ടിയോ? അങ്ങനെയാണെങ്കിൽ how deep that darkness is, ആ ഇരുട്ട് എത്ര വലിയതാ. പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടില്ലേ, ഈ തെറ്റായ അപൂർണമായ സുവിശേഷത്തെ രക്ഷിക്കപ്പെട്ട് ഏതെങ്കിലും സഭകളുടെ ഉള്ളിൽ ലോക്കപ്പിലായതിനേക്കാൾ ഭേദമാണ് രക്ഷിക്കപ്പെടാതെ പുറം ജാതിയിലായിരിക്കുന്നത്. പുറം ജാതിയിലായിരിക്കുന്നത് ഇരുട്ടിലാണ്. ഇരുട്ടിലുള്ളവർക്ക് പ്രകാശം ഉദിച്ച് യേശു എന്ന് സംസാരിക്കുമ്പോൾ
എന്നാൽ തെറ്റായ സുവിശേഷത്തിലൂടെ, തെറ്റായ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള സുവിശേഷത്തിലൂടെ, യേശുവിന്റെ പേരും പറഞ്ഞ് തെറ്റായ ലക്ഷ്യത്തിലെ സുവിശേഷവും പറഞ്ഞ് ഇവരെ രക്ഷിക്കപ്പെട്ട് സഭയ്ക്കുള്ളിൽ എന്ന് പറഞ്ഞ രീതി ഏതെങ്കിലും ഡിനോമിനേഷന്റെ ഉള്ളിലാക്കിയപ്പോ അവർ ഇരുട്ടിൽ നിന്ന് കൂരാക്കൂരി ഇരുട്ടിലേക്ക് വന്നു. രണ്ടിരട്ടി ഇരുട്ടായി. ഇരുട്ട് രണ്ടിരട്ടിയായി. ആ ഇരുട്ടിനെ ഇവർ വെളിച്ചമെന്നാ പറയുന്നത്. ഹല്ലേലൂയ. അവർ യേശുവിനെ കർത്താവായി സ്വീകരിച്ചതുകൊണ്ട് അവരുടെ ചിന്ത എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സ്വർഗ്ഗരാജ്യത്തിലേക്ക് പോവുക. അല്ല. യേശു കർത്താവ് പറയും, എന്നെ കർത്താവേ കർത്താവേ എന്ന് പറഞ്ഞത് കൊണ്ട് നിങ്ങൾ സ്വർഗ്ഗരാജ്യം അവകാശമാക്കത്തില്ല. എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്താലേ സ്വർഗ്ഗരാജ്യത്തിൽ കടക്കുകയുള്ളൂ. അധർമ്മം പ്രവർത്തിക്കുന്നവർ ഗെറ്റ് ഔട്ട്. അപ്പോ ദൈവ ഇഷ്ടം എന്ന ലക്ഷ്യം ഇല്ലാതെ നാം പറയുന്ന സുവിശേഷം, എന്റെ കുഞ്ഞുങ്ങളെ, യഥാർത്ഥത്തിൽ ജനത്തെ ചതിക്കുകയാണ്. ഒന്നുകൂടി പറയാം, ദൈവ ഇഷ്ടം എന്ന ആ ലക്ഷ്യമില്ലാതെ, ആ ജീവിത പ്രവൃത്തിയില്ലാതെ നാം പറയുന്ന സുവിശേഷം ജനത്തെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരികയല്ല, ഇരുട്ടിൽ നിന്ന് കൂരിരുട്ടിലേക്ക് കൊണ്ടുവരിക. ഇനി ആ ജനം തന്നെ എതിർക്കും. സത്യസുവിശേഷം കേൾക്കുമ്പോൾ ആ ജനം തന്നെ എതിർക്കുക. കാരണം അവർ ഏത് സ്പിരിറ്റിന്റെ അണ്ടറിലേക്ക് പോയി? യേശു എന്ന് പറഞ്ഞുകൊണ്ട് അവർ പിശാചിന്റെ കീഴിലേക്ക് പോയി. അവരുടെ ചിന്തയിൽ അവർ യേശു ക്രിസ്തുവിന്റെ രാജ്യത്തിലാണ് ഓൾറെഡി. പക്ഷെ ശ്രദ്ധിച്ചോ, ഒരിക്കലും അവരുടെ സ്വഭാവം മാറില്ല, അവരുടെ ക്യാരക്ടർ ചേഞ്ച് ആവില്ല, അവരുടെ ഉടുപ്പ് ചേഞ്ച് ആകും, ആരാധന ചേഞ്ച് ആകും, ക്യാരക്ടർ ചേഞ്ച് ആയതുപോലെ അഭിനയിക്കും. പക്ഷേ ഒരു കുത്തു കൊടുത്താൽ, ഹൃദയത്തിനുള്ളിലേക്ക് ഒരു കുത്തു കൊടുത്താൽ, ഒരു കുത്തുവാക്ക് കൊടുത്താൽ ഉടനെ അവര് വെളിപ്പെടും. കാരണം അവരുടെ ചേഞ്ച് പുറമേ ഉള്ളതാണ്, അകമേ ഉള്ളതല്ല. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രിയ സഹോദരങ്ങളെ, ഇവിടെ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ സുവിശേഷം അറിയിക്കുവാൻ കടന്നു പോകുമ്പോൾ ആദ്യം ജനത്തെ അറിയിക്കേണ്ടത് ലക്ഷ്യമാണ്. ലക്ഷ്യം പറഞ്ഞിട്ടാണ് മാർഗം പറയേണ്ടത്. ലക്ഷ്യം ആദ്യം പറയണം. ഇതാണ് യേശു ക്രിസ്തു വന്ന് ഭൂമിയിൽ സുവിശേഷം അറിയിച്ചപ്പോൾ പറഞ്ഞത്, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, നീ മാനസാന്തരപ്പെടുക. നീ മാനസാന്തരപ്പെട്ടാൽ ദൈവവുമായി നിനക്ക് ഒന്നായി മാറാം, ഒരു കുടുംബമായി മാറാം. ഇന്ന് സുവിശേഷമില്ലാതെ ജനത്തെ മുഴുവൻ യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ യാഗം മാത്രം പറഞ്ഞ് രക്ഷിക്കപ്പെട്ടു എന്ന ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്ത് അവരെ ലക്ഷ്യമില്ലാതെ മതത്തിന്റെ സംഘടനയുടെ ഉള്ളിൽ ചേർത്തിരിക്കുകയാണ്. മാർക്ക് ദിസ് വേർഡ്. ദൈവ ഇഷ്ടമില്ലാതെ, ദൈവിക ലക്ഷ്യമില്ലാതെ നിങ്ങൾ അറിയിക്കുന്ന സുവിശേഷം അത് ജനത്തെ ചതിക്കുന്നതാണ്, ലക്ഷ്യത്തിലെത്തിക്കുകയില്ല. ദൈവ ഇഷ്ടമില്ലാതെ യേശു ക്രിസ്തുവിനെ അറിയിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചോളണം, യേശു ക്രിസ്തു പറയാണ്, ഞാൻ വന്നത് എന്റെ ഇഷ്ടം ചെയ്യാനല്ല, എന്നെ അയച്ചെന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യാൻ. പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാൻ ജീവിച്ച ക്രിസ്തുവിനെയാണ് നിങ്ങൾ പ്രസന്റ് ചെയ്യുന്നതെങ്കിൽ എങ്ങനെ പിതാവിന്റെ ഇഷ്ടമില്ലാതെ ക്രിസ്തുവിനെ പ്രസന്റ് ചെയ്യുന്നു? എങ്ങനെ പിതാവിന്റെ ഇഷ്ടമില്ലാതെ ക്രിസ്തുവിനെ പ്രസന്റ് ചെയ്യുന്നു? ഇത് വളരെ ശ്രദ്ധയോടുകൂടി വേണം. ഏത് സുവിശേഷം അറിയിക്കുന്ന ഏതൊരു വ്യക്തിയോ ഇത് നിത്യജീവന്റെ ദൈവത്തോടുകൂടി ജനത്തെ വാസം ചെയ്യുവാൻ ഒരുക്കുന്ന ഭാഗമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് പറഞ്ഞിട്ട് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായ യാഗത്തെ അറിയിക്കണം. അത് ലക്ഷ്യം പറയാതെ യേശു ക്രിസ്തു കാൽവരിയിൽ മരിച്ചു എന്ന് മാത്രം പറഞ്ഞ് ഈ വ്യക്തികളെ ഒരു ഡിനോമിനേഷനിലോ, ഒരു മതത്തിലോ, ഒരു സംഘടനയിലോ, ഗ്രൂപ്പിലോ ആക്കുന്നതാണ് അവരോട് ചെയ്യുന്ന വലിയ ചതി. അത് ചതിയാണ്. അവരെ കാത്തിരിക്കുന്ന ഒരു അപ്പനുണ്ട്.
അപ്പന്റെ അടുക്കലേക്ക് ഈ മക്കളെ കൊണ്ടുവരാൻ കടന്നു വന്നവര് ക്രിസ്തുവുണ്ട്, മകനുണ്ട്. ഇതൊക്കെ വിട്ടിട്ട് ബൈബിളിൽ പറയാത്തൊരു ഡോക്ട്രിൻ ഉണ്ടാക്കി ഈ ജനത്തെ അതിലേക്ക് കൊണ്ടുവരുന്നത് എന്തിന്? ലക്ഷ്യത്തിലേക്ക് കൊണ്ടുവരിക. അതുകൊണ്ട് ആദ്യം പറയേണ്ടത് ലക്ഷ്യമാണ്. യോഹന്നാൻ 17:11, യോഹന്നാൻ 17:21, യോഹന്നാൻ 17:23, യോഹന്നാൻ 14:20. ഇവിടെ ഒക്കെ യേശു ക്രിസ്തു പറയുന്ന ലക്ഷ്യം ഞാനും നിങ്ങളും ദൈവവുമായി ഒരു കുടുംബമാകണം, ഒന്നാകണം. യേശുവും പിതാവും എങ്ങനെ ഒന്നായിരിക്കുന്നുവോ, ദേവദാസൻ പറയേണ്ട ഒരു പോയിന്റ് ഇതായിരുന്നു. യേശുവും പിതാവും യോഹന്നാൻ 10:30 ഒന്നെന്ന് പറയുന്ന സത്യമാണ്. അല്ലാതെ അത് അങ്ങനെ അല്ലെന്നല്ല പറയണ്ടേ, അത് സത്യമാണ്. അതുപോലെ ഞാനും നിങ്ങളും കൂടെ ആ പിതാവുമായി യേശുവിനോട് ഒന്നാകണം എന്നായിരുന്നു പറയേണ്ടിയിരുന്നത്. അപ്പൊ ആ ജനത്തിന് ബോധ്യം വരും ഇത് സത്യമാണല്ലോ എന്ന്. വായിച്ചാട്ടെ, യോഹന്നാൻ 10:30 നമ്മൾ നേരത്തെ വായിച്ചു. ഞാനും പിതാവ് ഒന്നാവും യേശു പറയുന്നേ. എന്നാൽ അവിടം കൊണ്ട് പിശാചിന്റെ സുവിശേഷം അവിടം കൊണ്ട് നിർത്തും. കാരണം പിശാച് ഇരുട്ടുണ്ടാക്കാനാണ് കടന്നു വരുന്നത്. മനുഷ്യ ഹൃദയങ്ങളിൽ ജനം പിതാവിന്റെ അടുക്കൽ എത്താതിരിക്കാനാണ് അവൻ കടന്നു വരുന്നത്, ലക്ഷ്യത്തിലേക്ക് എത്തരുത്. പകരം ഇവിടെ എന്തെങ്കിലും ആരാധനയും കഴിച്ച് ഇവന്റെ ആയുഷ്കാലം കഴിപ്പിച്ചിട്ട് ഇവനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവരണം, ഞാൻ നിന്നെ ഒരു കാലത്തും അറിഞ്ഞിട്ടില്ല എന്ന് പറയത്തക്ക രീതിയിൽ പിതാവിന്റെ ഇഷ്ടമാണത് ഇവനെ അറിയുക പോലും അറിയരുത്. വായിച്ച യോഹന്നാൻ 10:30 വായിച്ചായിരുന്നു നമ്മള്. ഞാനും പിതാവ് ഒന്നാണ്. അതൊന്നും കൂടി വായിച്ചിട്ട് യോഹന്നാൻ 17:11 വായിക്കണം, 21 വായിക്കണം, 23 വായിക്കണം. ഇവിടെ എല്ലാം എന്താ പറഞ്ഞത് ശ്രദ്ധിക്കുക, വായിക്കാം. ഞാനും പിതാവും ഒന്നാകുന്നു. ഇതാണ് യോഹന്നാൻ 10:30. ഇനി നമ്മൾ ഇവിടെ കൊണ്ട് നിർത്തരുത്. കള്ളപ്രവാചകന്മാർ ഇവിടെയും കൊണ്ട് നിർത്തും, അറിവില്ലാത്തവർ ഇവിടെയും കൊണ്ട് നിർത്തും. നമ്മൾ ഇവിടെ കൊണ്ട് നിർത്തരുത്. യേശു പിതാവ് ഒന്നാണ്, സത്യം. അവരൊന്നായിരിക്കുന്നത് പോലെ 17:11 വായിച്ച് യേശു പിതാവോട് സംസാരിക്കുകയാണ്. ഇനി ഞാൻ ലോകത്തിൽ ഇരിക്കുന്നില്ല, ഇവരോ ലോകത്തിൽ ഇരിക്കുന്നു. ഞാൻ നിന്റെ അടുക്കൽ വരുന്നു. പരിശുദ്ധ പിതാവേ, അവർ നമ്മെ പോലെ ഒന്നാകേണ്ടതിന് നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണം. യേശു പറയാണ് പരിശുദ്ധ പിതാവേ, അവർ നമ്മെ പോലെ ഒന്നാകണം. ആരെ പോലെ? ഞാനും അങ്ങ് ഒന്നായിരിക്കുന്നത് പോലെ ഈ ജനവും, എന്നിൽ വിശ്വസിക്കുന്ന ഈ ജനവും നമ്മെ പോലെ ഒന്നാകണം. നമ്മളും കൂടെ ആ സ്വർഗീയ പിതാവോട് ഒന്നാകണം. ആരിലൂടെ? ക്രിസ്തുവിലൂടെ. ഇതാണ് ജനത്തിന് പറഞ്ഞു കൊടുക്കേണ്ടത്, ഇതാണ് ലക്ഷ്യം. അത് തന്നെ യേശു വീണ്ടും ആവർത്തിക്കുകയാണ് യോഹന്നാൻ 17:21. നീ എന്നെ അയച്ചിരിക്കുന്നു ഒന്നായിരിക്കുന്ന പോലെ ഇവര് നമ്മിൽ ഒന്നാകണം. അല്ലാണ്ട് യേശു പിതാവ് മാത്രം ഒന്നാണെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന അർദ്ധസത്യം പറഞ്ഞ് അവസാനിപ്പിക്കുകയല്ല വേണ്ടത്, അതിനെ പൂർണ്ണമാക്കണം. വായിച്ചാട്ടെ. നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിപ്പാൻ അവർ എല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരും നമ്മിലാകേണ്ടതിന് തന്നെ. തീർച്ചയായും വളരെ വ്യക്തതയോടെ യേശു പറയുന്നേ. പലരും പറയും പിതാവിനുള്ള യേശു ഉണ്ട്, യേശുവിനുള്ള പിതാവുണ്ട്. സത്യമാണെന്നേ, അതിനൊന്നും നമ്മൾ എതിർക്കേണ്ട ആവശ്യമില്ല. യേശുവിനുള്ള പിതാവുണ്ട്, പിതാവിനുള്ള യേശു ഉണ്ട്. ഉടനെ ചേർത്ത് പറയണം, യേശുവിന്റെ ഉള്ളിൽ ഞാനും ഉണ്ട്, യേശുവിന്റെ ഉള്ളിൽ ഞാനും ഉണ്ട്, അതുവഴി ഞാൻ പിതാവിന്റെ ഉള്ളിലുണ്ട്. തീർന്നില്ലേ? ഇതല്ലേ അവിടെ പറയുന്നേ. യേശു പറയുന്നത് ഞാനും നീ ഒന്നായിരിക്കുന്ന പോലെ അവർ നമ്മിൽ ഒന്നാകണം. എങ്ങനെ? അങ്ങ് എന്റെ ഉള്ളിൽ ഞാൻ അങ്ങയുടെ ഉള്ളിലായിരിക്കുന്ന പോലെ അവർ എന്റെ ഉള്ളിലായിരിക്കുന്നു. ഇത് പറയണം. ഹല്ലേലൂയ. അല്ലാതെ യേശുവും പിതാവ് ഒന്നല്ലെന്നല്ല പറയട്ടെ, യേശുവും പിതാവ് ഒന്നാണെന്നും ആ ഒന്നിൽ ഞാനും എന്നെ ചേർക്കാനാണ് യേശുവിനെ പിതാവ് അയച്ചതെന്ന് കൂടി പറയാം. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നീ എന്നെ അയച്ചിരിക്കുന്നെന്ന് ലോകം വിശ്വസിപ്പാൻ അവർ എല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ കണ്ടോ, പോലെ അവർ നമ്മിലാകേണ്ടത് തന്നെ. എല്ലാം കൂടി ഒന്നായി. സ്വർഗസ്ഥ പിതാവും നമ്മളും കൂടെ ക്രിസ്തുവിലൂടെ ഒന്നായി. ഇത് തിരിച്ചറിയണം, ഇത് പറഞ്ഞു കൊടുക്കണം.
എന്നിട്ട് വീണ്ടും പറയണം, 2 or 3 പേരുടെ സാക്ഷ്യം മൊഴിയാൽ ഏതൊരു കാര്യം ഉറപ്പാക്കുക. ഇനി അതിന്റെ 17:23 തന്നെയാ പറയുന്നേ, 14:20 തന്നെയാ പറയുന്നേ. ഹല്ലേലൂയ. വായിച്ച 17:23. നീ എന്നെ അയച്ചിരിക്കുന്നു എന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നു എന്നും ലോകം അറിവാൻ നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും നീ എന്നിലുമായി. യേശു പറഞ്ഞ കേട്ടോ, നാം ഒന്നായിരിക്കുന്നത് പോലെ. യോഹന്നാൻ 10:30 യേശു പറയണം, ഞാനും പിതാവ് ഒന്നാകുന്നു. നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകണം എന്നാണ്. അപ്പൊ ഏത് ദൈവമക്കളും ഈ വചനം അങ്ങ് പറഞ്ഞു കൊടുക്കുക. വചനത്തെ അത് അങ്ങനെയല്ല ഇങ്ങനെയല്ലെന്നല്ല, നമ്മുടെ അർദ്ധ അറിവ് കൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. എന്നാൽ വ്യക്തതയോടെ യേശുവും പിതാവ് ഒന്നായിരിക്കുന്ന പോലെ നമ്മളും കൂടെ സ്വർഗീയ പിതാവോട് ക്രിസ്തുവിൽ ഒന്നായി നാമും ദൈവ കുടുംബത്തിലേക്ക്, ദൈവത്തിന്റെ ക്ലാസ്സിലേക്ക് വരുന്നു എന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഇത് നാം മനുഷ്യന്റെ ക്ലാസ്സിലല്ല. മനുഷ്യന്റെ ക്ലാസ്സിലാണ് ഈ ഭൂമിയിൽ ഒരു സ്ത്രീയുടെ ഉദരത്തിൽ ഞാൻ ജനിച്ചത്. എന്നാൽ ഈ ഭൂമിയിൽ വെച്ച് യേശുവിനെ നമ്മുടെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ ഇവിടെ രക്ഷപ്പെടാനുള്ള ഏക വഴിയായ ആ യേശു ക്രിസ്തുവിലൂടെ നാം ദൈവത്തിന്റെ കുടുംബത്തിലേക്ക്, ദൈവത്തിന്റെ വംശത്തിലേക്ക് മാറുകയാണ്. സ്വർഗസ്ഥ പിതാവുമായി നാം ഒന്നാവുകയാണ്. ആരിലൂടെ? യേശുവിലൂടെ. ഒരു കുടുംബമാവുകയാണ്. ഒറ്റ സിംഹാസനത്തിലേക്ക് നമ്മൾ യാത്രയാവുകയാണ്. ചെറിയ പരിപാടിയൊന്നും അല്ല ഇത്. യേശുക്രിസ്തുവിന്റെ സഹോദരങ്ങളായി, യേശുക്രിസ്തുവിന്റെ അവകാശത്തിന്റെ കൂട്ടവകാശികളായി, ദൈവത്തിന്റെ അവകാശിയായി ക്രിസ്തു ആയിരിക്കുന്നത് പോലെ അതേ ക്രിസ്തുവിൽ ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളുമായി മോനെ നീ തീരുന്നു എന്ന സത്യം ആദ്യം അവരെ അറിയിക്കണം. മതവൈരുദ്ധ്യങ്ങളൊക്കെ പിന്നെ. എടാ മോനെ മോളെ, നിന്നെ വിളിച്ചിരിക്കുന്ന ദൈവത്തിന്റെ കുടുംബത്തിലേക്ക്, ദൈവത്തിന്റെ മകനായി, ക്രിസ്തുവിന്റെ സഹോദരനായി, ക്രിസ്തുവിന്റെ കൂട്ടവകാശിയായി, ദൈവവംശത്തിലേക്കാണ് നിന്നെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, കാൺമിനി എത്ര വലിയ സ്നേഹം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. നാം മനുഷ്യ മക്കളെന്ന് വിളിക്കപ്പെടാനല്ല, ദൈവത്തിന്റെ മക്കളെന്ന് വിളിക്കപ്പെടാൻ. ഈ ലക്ഷ്യം അവർക്ക് പറഞ്ഞു കൊടുത്താൽ അവരുടെ അകത്ത് ഇതുവരെയും പിശാചി കെട്ടിയ കോട്ട ഇടിഞ്ഞ താഴെ വീഴും. പ്രാർത്ഥനയോടെ ചെയ്യുമ്പോ ആ കോട്ട ഇടിഞ്ഞ് താഴെ വീഴും. യോഹന്നാൻ 10:30 തെറ്റായി ജനത്തെ അവതരിപ്പിച്ച കോട്ട ഇടിഞ്ഞ് താഴെ വീഴും. അവർ മനസ്സിലാക്കുവോ, യേശുവും പിതാവ് ഒന്നായിരിക്കുന്നത് പോലെ ഞാനും കൂടെ പിതാവോട് ഒന്നാകണമെന്നാണല്ലോ യേശു ആവർത്തിച്ച് പിതാവിനോട് പറയുന്നത് എന്ന് അവരുടെ ഹൃദയത്തിൽ ബോധ്യം വരുമ്പോ, ദൈവത്തിന്റെ ആത്മാവ് ഈ വചനത്തെ അവരുടെ ഹൃദയത്തിലേക്ക് വിശ്വാസമായി കൊടുക്കുമ്പോ, അവർ ഇതുവരെയും കെട്ടിയ പിശാച് അവരുള്ളിൽ വചനം തെറ്റായി ധരിപ്പിച്ച് അവരുടെ ഹൃദയത്തിൽ കെട്ടിയ കോട്ട, സങ്കല്പത്തിന്റെ കോട്ട ഇടിഞ്ഞ് താഴെ വീഴും. ഹല്ലേലൂയ. തിരിച്ചറിയ. ഇപ്പോഴീ പറയുന്ന നിമിഷം എന്താണ്? ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ തെറ്റായ വചനം ധരിപ്പിച്ചു വെച്ചിരിക്കുന്ന പല ചിന്തകളും, പല കോട്ടകളും, പല സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇപ്പോൾ ഇടിച്ച് താഴെയിടുകയാണ്. മോനെ, നിന്നെ വിളിച്ചത് എന്തിനാണെന്നറിയാമോ? സ്വർഗത്തിലെ ദൈവം നിന്നെ വിളിച്ചത് നീ ദൈവത്തിന്റെ മകനായി, ക്രിസ്തുവിന്റെ സഹോദരനായി, ക്രിസ്തുവിന്റെ കൂട്ടവകാശിയായി തീരാനാണ്. നീ ക്രിസ്തുവിന്റെ അവകാശിയല്ല. മനസ്സിലാക്കുക, നീ ക്രിസ്തുവിന്റെ അവകാശിയല്ല, നീ അത്യുന്നതനായ സ്വർഗസ്ഥ പിതാവിന്റെ അവകാശി, ക്രിസ്തുവിന്റെ കൂട്ടവകാശിയുമാ. ഈ വചനം അങ്ങനെയല്ല എന്ന് ഏത് ദൈവദാസനും പറയാൻ പറ്റും. ഹല്ലേലൂയ. ഇതിനാ നിന്നെ വിളിച്ചത്. ഇന്നത്തെ നിന്റെ ഞാനും പിതാവ് ഒന്ന, യേശുവാണ് പിതാവ്, പിതാവാണ് യേശു എന്ന് പറയുന്ന തത്വത്തിനൊന്നും ഇത് മിണ്ടാൻ പോലും പറ്റത്തില്ല. കാരണം യേശു ക്രിസ്തുവാണ് അത്യുന്നതനായ ദൈവമെങ്കിൽ നീ ആരാ? അത്യുന്നതനായ ദൈവത്തിന്റെ ബ്രദറാണ്. നീയാണോ ദൈവത്തിന്റെ ബ്രദറ്? ദൈവത്തിന്റെ വചനം പറയുകയാണ് യേശു ക്രിസ്തുവിനെ കുറിച്ച്. റോമ 8:29
ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവോട് അനുരൂപമാകുവാൻ നമ്മളെ മുൻ നിയമിച്ചിരിക്കുന്നു. തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യ ജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. യേശു ക്രിസ്തുവിന് അനേക സഹോദരങ്ങളുണ്ട് എന്ന് ആ യേശുവിനോട് അനുരൂപമാകുവാൻ നമ്മളെ മുൻ നിയമിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ യേശുവാണ് അത്യുന്നതനായ ദൈവമെങ്കിൽ കുഞ്ഞൻ ദൈവദാസനെ ഞാൻ നിന്നോട് ചോദിക്കേണ്ട ഒരു ചോദ്യം, നീ ആരാ? അത്യുന്നതനായ ദൈവത്തിന്റെ ബ്രദറാണോ? എന്റെ വായടഞ്ഞു പോയോ? തെറ്റായി മനുഷ്യരെ പഠിപ്പിച്ചു, പിശാച് അത് ചെയ്തു. അതിന് ഞാനും നിങ്ങൾ കൂട്ടുനിൽക്കരുത്. റോമ 8:29 വായിച്ച്. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യ ജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻ നിയമിച്ചുമിരിക്കുന്നു. സ്വർഗസ്ഥ പിതാവ് തന്റെ പുത്രനായ ക്രിസ്തു അനേക സഹോദരന്മാരിൽ ആദ്യം ജനിച്ചവനാകേണ്ടതിന് ആ ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപമാകാൻ മുൻ നിയമിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് ക്രിസ്തു അത്യുന്നതനായ ദൈവമാണെങ്കിൽ, അടുത്ത ചോദ്യം, ക്രിസ്തു അത്യുന്നതനായ ദൈവമാണെങ്കിൽ നീ ആ ക്രിസ്തുവിനോട് അനുരൂപമായാൽ നീ അടുത്ത അത്യുന്നതനായ ദൈവമാകുമോ? സഹോദര ചോദിക്കുന്ന ചോദ്യം, ദേവദാസനെ ചോദിക്കുന്ന ചോദ്യം, കുഞ്ഞെ ചോദിക്കുന്ന ചോദ്യം. ദൈവത്തിന്റെ വചനം പറയാണ് ക്രിസ്തുവിനോട് അനുരൂപമാകാൻ നമ്മളെ മുൻ നിയമിച്ചു. അങ്ങനെ നീ വളർച്ച പൂർത്തിയായി ക്രിസ്തുവോട് അനുരൂപമായെങ്കിൽ നീ അടുത്ത അത്യുന്നതനായ ദൈവമാകുമോ? ഉത്തരം പറ. ബൈബിളിലെ വചനം തെറ്റായി പിശാച് മനുഷ്യ ഹൃദയങ്ങളിൽ കോട്ട കെട്ടി ലക്ഷ്യത്തിലേക്ക് മനുഷ്യർ പോകാൻ അനുവദിക്കുന്നില്ല. എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഇവിടെ മനസ്സിലാകേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഒരിക്കലും അത്യുന്നതനായ ദൈവമാകത്തില്ല. നമ്മളെ മുൻ നിയമിച്ചത് യേശു ക്രിസ്തുവിന് അനുരൂപമാകാനാ. യേശു ക്രിസ്തു അത്യുന്നതനായ ദൈവമല്ല. ദൈവത്തിന്റെ വചനം പറയുന്നു യേശു ക്രിസ്തു അത്യുന്നതനായ ദൈവത്തിന്റെ മകനാണ്. വളച്ചൊടിച്ച് എന്തിനാ എന്റെ പ്രിയ മക്കളെ ഇതാ നമ്മൾ നാശത്തിലേക്ക് പോകുന്നത്? ഇതാ ദൈവത്തിന്റെ വചനം, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ദൂതൻ ഇതാ മറിയയോട് പറയാണ് യേശു ക്രിസ്തു ആരാന്നറിയാമോ? ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം അതിന്റെ ഫാദർ വി താങ്ക് യു അതിന്റെ 32-ാം വാക്യത്തിലേക്ക് വരുമ്പോ ഗബ്രിയേൽ ദൂതൻ ഇതാ മറിയോട് പറയാണ് യേശു ക്രിസ്തു ആരാണ്? സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കാൻ വന്ന ദൂതനേക്കാൾ വലിയവരാണോ നമ്മൾ ഓരോരുത്തരും? നമ്മുടെ ബൈബിൾ സ്കൂളുകൾ, നമ്മുടെ പണ്ഡിതന്മാർ വായിച്ചാട്ടെ, എന്താണ് ദൈവത്തിന്റെ ദൂതൻ പറയുന്നത്? അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. ഹല്ലേലൂയ. മനസ്സിലായോ? ഇവിടെ ഗബ്രിയേൽ ദൂതൻ മറിയോട് പറയാണ്, ഇതാ നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, അവൻ വലിയവനാകും, അത്യുന്നതൻ എന്ന് വിളിക്കപ്പെടുമെന്നല്ല, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. ഹല്ലേലൂയ. ഇതാണ് ഭൂതങ്ങൾ യേശുവിനെ കണ്ടപ്പോൾ അലറി വിളിച്ചു പറഞ്ഞത്, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര എന്നാ പറഞ്ഞ്, മഹോന്നതനായ ദൈവമേ എന്നല്ല പറഞ്ഞത്. വളരെ വ്യക്തതയോടെ കാര്യങ്ങൾ മനസ്സിലാക്കി എന്റെ പ്രിയ സഹോദരങ്ങൾ, നമ്മുടെ ശ്വാസം ഇപ്പോ തീരും. തെറ്റായ ദൈവത്തിന്റെ വചനം തെറ്റായി അവതരിപ്പിച്ച് നമ്മുടെ ഹൃദയങ്ങളിൽ കോട്ട കെട്ടിയിരിക്കുകയാണ്. നമ്മൾ അതിൽ നിന്ന് പുറത്തിറങ്ങരുത്. പുതിയ സൃഷ്ടിയെ കുറിച്ച് ആരും അറിയരുത്. പുതിയ സൃഷ്ടി ദൈവത്തിന്റെ മകന് ക്രിസ്തുവിൽ ജനിച്ചവനായതുകൊണ്ട് ക്രിസ്തുവിൽ ഇതാ ദൈവത്തിന്റെ മകന് അപ്പോൾ തന്നെ ക്രിസ്തുവിന്റെ സഹോദരനും കൂട്ടവകാശിയുമാണെന്നുള്ള ബൈബിളിലെ നഗ്ന സത്യം വിളിച്ചു പറയാൻ കഴിയാതിരിക്കുന്ന ഒരു സുവിശേഷ അടിസ്ഥാനം. ആ സുവിശേഷ അടിസ്ഥാനത്തിൽ തെറ്റായ അടിസ്ഥാനം ഇട്ടതുകൊണ്ട് അത് വിളിച്ചു പറയാൻ പറ്റാത്ത റോമ 8:17 പറയുകയാണ്, നാം ദൈവത്തിന്റെ അവകാശികൾ, ക്രിസ്തുവിന്റെ കൂട്ടവകാശികളാണ്. കാരണം ക്രിസ്തു നമ്മുടെ സഹോദരനാണ് പുതിയ സൃഷ്ടിയിൽ, പഴയതിലല്ല. വായിച്ചാട്ടെ, പുതിയ സൃഷ്ടിയെ കുറിച്ച് ഒരു ക്ലാസ് പോലും ബൈബിൾ കോളേജിന്റെ സിലബസിലില്ല. ദൈവരാജ്യത്തെ കുറിച്ചുള്ള ടൈറ്റിൽ പോലും ബൈബിൾ കോളേജിന്റെ സിലബസിലില്ല. ഇതെല്ലാം പിശാച് മനുഷ്യനെ ജയിച്ചു നിൽക്കുന്നതിന്റെ കാര്യമാണ്. എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ എത്ര എതിർത്താലും സത്യമേ നിലനിൽക്കൂ. ഹല്ലേലൂയ. നിങ്ങളും നിങ്ങളുടെ സംഘടനകളും എല്ലാം ഇവിടം കൊണ്ട് തീരും. പക്ഷെ ദൈവ ഇഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും നിലനിൽക്കും. ദൈവ ഇഷ്ടമില്ലാത്ത സുവിശേഷം എന്ന് പറയുന്നത് വെറും അബ്ദമാണ്. അത് അബ്ദമാണ്. വായിച്ചാട്ടെ 8:17. നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. എന്റെ ബൈബിൾ എഴുതിയത് പൊട്ടന്മാരാ? ദൈവത്തിന്റെ ആത്മാവ് എഴുതി വെച്ചേക്കണേ, നാം ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളുമാണ്.
ഇത് തിരിച്ചറിയേണ്ടത്. ഇത് വിശ്വസിക്കുവാൻ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കട്ടെ. ഇത് വിശ്വസിക്കാൻ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കട്ടെ. അല്ല, നിങ്ങൾക്ക് പുറകിലുള്ളത് വിശ്വസിക്കണോ? അതിനെ റെഡിയാക്കാൻ വേണ്ടി പോണോ? ഫോർഗെറ്റ് അബൌട്ട് വാട്ട് ഇസ് ബിഹൈൻഡ്. പുറകിലുള്ളതിനെ മറന്ന് മുമ്പിലുള്ള ലക്ഷ്യമാക്കി പോ. ഹല്ലേലൂയ. ക്രിസ്തയേശു ദൈവത്തിന്റെ പരമവിളിയുടെ വിരുന്നിനായി ലാക്കിലേക്ക് ഓട്. എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, പുറകിൽ നിൽക്കരുതേ, മുൻപിലേക്ക് ലക്ഷ്യം വെച്ചിട്ട് ആദ്യം ഓട്. ലക്ഷ്യം ആദ്യം ജനത്തോട് പറയുക. ഹല്ലേലൂയ. ഇനി ഇത് പറയുമ്പോൾ ഇനി വേറൊരു വചനവും കൂടി ഉണ്ട്. അതാണ് ദേവദാസൻ പറഞ്ഞ യേശയ്യ 9:6. യേശയ്യ 9:6 എന്റെ പ്രിയ സഹോദരങ്ങളെ, യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് ജനിക്കുന്നതിന് ഏകദേശം 700 വർഷങ്ങൾക്ക് മുമ്പ്, BC 700, അതായത് പുറകിലേക്ക് ഏകദേശം 700 വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗത്തിലെ ദൈവത്തിന്റെ ദാസന് കൊടുത്ത, പ്രവാചകന് കൊടുത്ത അരുളപ്പാടുകളാണ്. അത് യേശുവിനെ കുറിച്ചുള്ള പ്രവചനമാണ്. ഈ ഭൂമിയിൽ സൃഷ്ടിപ്പിൽ ദൈവത്തോടു കൂടെ, സ്വർഗീയ പിതാവോടുകൂടെ ആയിരുന്ന വചനം എന്ന് മറുപേരുള്ള ദൈവപുത്രൻ. ആ ദൈവപുത്രൻ ഈ ഭൂമിയിൽ വന്ന് ക്രിസ്തു യേശുവായി, വചനം മാംസമായി ജനിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കേണ്ടതെന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. അതൊരു പ്രവചനമാണ്. ആ പ്രവചനം യേശു ക്രിസ്തു ഇവിടെ വന്ന് കാൽവരി ക്രൂസിൽ യാഗമായപ്പോൾ അതിൽ പലതും നിവർത്തീകരിക്കപ്പെട്ടു. ഇനിയും പലതും നിവർത്തീകരിക്കപ്പെടാനുണ്ട്. അതിൽ ഇനി നിവർത്തീകരിക്കപ്പെടാനുള്ളത് ദൈവത്തിന്റെ വചനം പറയുന്നു, ആധിപത്യം അവന്റെ തോളിൽ ഇരിക്കും. യേശയ്യ 9:6 വായിച്ചേ. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിൽ ഇരിക്കും. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. കേട്ടോ നിങ്ങള്? ആധിപത്യം അവന്റെ തോളിൽ ഇരിക്കുമെന്ന് ആ പ്രവചനം ഇതുവരെ നിവർത്തീകരിക്കപ്പെട്ടിട്ടില്ല. ഗവൺമെന്റ് ഷാൽ ബി അപ്പോൺ ഹിസ് ഷോൾഡർ. യേശു ക്രിസ്തു ആയിരിക്കും ജെറുസലേം തലസ്ഥാനമാക്കി ഇനി അടുത്ത 1000 വർഷം മരിക്കാൻ പോകുന്നേ. അത് ഇതുവരെ നിറവേറിയിട്ടില്ല. അത് നിറവേറണം. ഹല്ലേലൂയ. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്. യേശു ക്രിസ്തു വീരനാം ദൈവമോ? ഒരു സംശയവുമില്ല. ദൈവത്തിന്റെ മകൻ വീരനാം ദൈവമാ. അവന് വീരനാം ദൈവം എന്ന് പേര് വിളിക്കും. അത് എവിടെ വെച്ച് യേശുവിന് സാധിച്ചു? കാൽവരി ക്രൂശിൽ വെച്ച്. ദൈവം എന്ന് മാത്രമല്ല, വീരനാം ദൈവം, ദൈവത്തിന്റെ പുത്രൻ, ദൈവം തന്നെ. അതിന് യാതൊരു സംശയമില്ല. കാൽവരി ക്രൂശിൽ എന്താ സംഭവിച്ചത്? ദൈവത്തിന്റെ വചനം കൊളോസ്യർ 2 എഴുതി വെച്ചിരിക്കുകയാണ്. ക്രൂശിൽ വെച്ച് അവൻ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് അവരെ പരസ്യമായി കാഴ്ചയാക്കി അവരുടെ മേൽ ജയ ഉത്സവം കൊണ്ടാടി ജയിച്ച് കടന്നു വരുന്നവനെ എന്നാ വിളിക്കണേ? വീരൻ, വീരനാം ദൈവം. ഹല്ലേലൂയ. കാൽവരി ക്രൂശിൽ വെച്ച് ആ പ്രവചനം നിറവേറി. ഇനി അടുത്തത് യേശു ക്രിസ്തു നിത്യപിതാവ് എന്ന് വിളിക്കപ്പെടും. അതും കാൽവരി ക്രൂശിൽ വെച്ച് നിറവേറി. ഇതാണ് യേശയ്യ 53:10. കാൽവരി ക്രൂശ് എന്ന് നടന്നു? കാൽവരി ക്രൂശിൽ വെച്ച് യേശു തന്റെ മക്കളെ കണ്ടു. യേശുവിന് സ്വർഗസ്ഥ പിതാവ് കൊടുത്ത മക്കൾ സൃഷ്ടിക്കപ്പെട്ടു. ഇതാണ് ഈ ദൈവത്തിന് ഹെബ്രായ ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നത്. ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും. ദൈവം മക്കളെ യേശുവിന്, ക്രിസ്തുവിന് വാഗ്ദത്തം ചെയ്തിരുന്നു. പക്ഷെ മക്കളെ ലഭിച്ചില്ല. മക്കളെ ലഭിച്ചത് എവിടെ വെച്ചാ? കാൽവരി ക്രൂശിലെ യാഗത്തിൽ വെച്ചാണ് മക്കളെ കിട്ടിയത്, സന്തതിയെ കിട്ടിയത്. ഹല്ലേലൂയ. സന്തതിയെ കിട്ടിയവനാണ് അപ്പ എന്ന് വിളിക്കുന്നത്. സന്തതി ഉള്ളവനെയാണ് അപ്പ എന്ന് വിളിക്കുന്നത്. ആ പ്രവചന കാൽവരി ക്രൂശിൽ വെച്ച് നിറവേറെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മൾ ഓരോരുത്തരെയും സ്വർഗത്തിലെ ദൈവം ഇതാ തന്റെ പുത്രനായ ക്രിസ്തുവിന് കൊടുത്തതാണ്. ഇതാണ് ക്രിസ്തു പറയുന്നത്, പിതാവ് എനിക്ക് തന്നതൊക്കെയും
മനസ്സിലായോ? പലയിടത്തും പറയും, പിതാവ് എനിക്ക് തന്നതൊന്നും ഞാൻ നഷ്ടപ്പെടുത്താതെ അന്ത്യദിവസം അവർ ഉയർപ്പിക്കണമെന്നാണ് എന്റെ പിതാവിന്റെ ആഗ്രഹം. അവരൊക്കെ യേശു ക്രിസ്തുവിന്റെ മക്കളാണ്. കാൽവരി ക്രൂശിലൂടെ കണ്ടതാണ്. ഇതാണ് ഹെബ്രായ ലേഖനം അതിന്റെ 2-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോ അതിന്റെ 13-ാം വാക്യത്തിൽ യേശു ക്രിസ്തു പിതാവിനെ നോക്കി പറയുന്ന ഒരു വേട് അവരെഴുതിയിരിക്കുകയാണ്, ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും. വായിക്കേ. ഞാൻ അവനിൽ ആശ്രയിക്കുമെന്നും ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും എന്നും പറയുന്നു. ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും. അപ്പൊ ദൈവം ആർക്ക് കൊടുത്ത മക്കളാ? ഞാനും നിങ്ങള് ക്രിസ്തുവിന് കൊടുത്ത മക്കളാണ്. ആ മക്കളായ ഞാനും നിങ്ങൾ പിശാചിന്റെ പിടിയിൽ പെട്ടുപോയത് കൊണ്ട് ദൈവത്തിന്റെ വചനം എഴുതിയിരിക്കുക, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയുള്ളവനായാൽ ആകെ കൊണ്ട് അവനും ക്രിസ്തുവും അവരെ പോലെ, വചനമാകുന്ന ക്രിസ്തു മാംസം ധരിച്ചു അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയുള്ളവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണത്തിൽ അടിമകളായിരുന്ന ക്രിസ്തുവിന് ദൈവം കൊടുത്ത മക്കളെ ഒക്കെയും വിടുവിച്ചു. ഹല്ലേലൂയ. ആ മക്കളെ വിടുവിച്ചവരെ പുതിയ സൃഷ്ടികളാക്കി. ഇതാണ് ഏശയ്യ 53:10 പറയുന്നേ. എവിടെ വെച്ചാണ് യേശു ആ നിത്യ പിതാവ് എന്നുള്ള പേര്, ആ പ്രവചനം നിവർത്തീകരിക്കപ്പെട്ടെന്നറിയാമോ? കാൽവരി ക്രൂശിൽ വെച്ച്. ഏശയ്യ 53:10 വായിച്ച്. എന്നാൽ അവനെ തകർത്തു കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അവന് കഷ്ടം വരുത്തി. അവന്റെ പ്രാണൻ ഒരു അകൃത്യ യാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം അവന്റെ കയ്യാൽ സാധിക്കുകയും ചെയ്യും. എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ച്, എന്നാൽ ക്രിസ്തുവിനെ, വചനമെന്ന് മറുപേരുള്ള ക്രിസ്തുവിനെ, സൃഷ്ടിപ്പിൽ പിതാവോട് കൂടെയായിരുന്ന മുഖാന്തരമായ ക്രിസ്തുവിനെ തകർത്ത് കളവാൻ യേശു എന്ന പേരിൽ ഇങ്ങോട്ടേക്ക് വന്നില്ലേ? ജഡം ധരിച്ചു വന്നില്ലേ? ആ യേശുവിനെ തകർത്ത് കളവാൻ അപ്പൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. യഹോവ ക്രിസ്തുവിന് കഷ്ടം വരുത്തി. അവന്റെ പ്രാണൻ ഒരു അകൃത്യാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും, ക്രിസ്തു സന്തതിയെ കാണുകയും. നിങ്ങൾ സന്തതിയെ കണ്ടപ്പോൾ നിങ്ങളുടെ പേര് സാധാ പേരിൽ നിന്ന് മാറി ഫാമിലി പേര് അപ്പൻ എന്ന് വന്നില്ലേ? പിതാവ് എന്ന് വന്നില്ലേ? ക്രിസ്തു സന്തതിയെ കണ്ടപ്പോൾ ക്രിസ്തുവിന്റെ പേരെന്തായി? അവൻ നിത്യപിതാവ് എന്ന് വിളിച്ചിരിക്കുന്നു എന്നല്ലല്ലോ, വിളിക്കപ്പെടുമെന്നല്ലേ പ്രവചനം, അല്ലേ? ആ പ്രവചനം നിറവേറി. യേശു ക്രിസ്തു പിതാവായി. ദൈവം കൊടുത്ത മക്കളെ അവർ നഷ്ടപ്പെട്ടു പോയതായിരുന്നു. അവരെ തന്നിൽ പുതിയതായി സൃഷ്ടിച്ചു കാൽവരി ക്രൂശിൽ. യേശു ക്രിസ്തു പിതാവായി. തുടർന്ന് ആ പിതാവ് എന്ത് സംഭവിച്ചു? പിതാവ് മരണത്തിലൂടെയാണ് മക്കളെ കണ്ടത്, രക്ഷിക്കുകയും ഉയർത്തെഴുന്നേൽപ്പിലൂടെ. ദൈവത്തിന്റെ വചനം പറയുന്നു, യേശു പറയുന്നു, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ എന്നേക്കും ജീവിക്കുന്നു. ഇനി മരണത്തിന് എന്റെ മേലെ യാതൊരു അധികാരവുമില്ല. അങ്ങനെയെങ്കിൽ ഈ ഭൂമിയിലെ എല്ലാ അപ്പന്മാരും മരണമുള്ളവരെ, അവരാരും നിത്യപിതാക്കന്മാരല്ല. എന്നാൽ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് യേശു ക്രിസ്തു മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. അപ്പോ ഇനി മരണത്തിന് യേശുവിന്റെ ഒരധികാരവും ഇല്ല. അങ്ങനെയെങ്കിൽ യേശു ആരായി? പിതാവ് മാത്രമല്ല, മരണമില്ലാത്ത പിതാവ്. ആ മരണമില്ലാത്ത പിതാവിന്റെ പേരാണ് നിത്യപിതാവ്. ഈ നിത്യപിതാവായ ക്രിസ്തുവിൽ ജനിച്ച നമുക്കും ഒരു പിതാവുണ്ട്. ആ പിതാവിന്റെ പേരാണ് സ്വർഗസ്ഥ പിതാവ്. വചനത്തെ തെളിവില്ലെന്നോ? തെളിവ് വരാലോ. ഉയർത്തെഴുന്നതിന് ശേഷം ഇതാ മഗ്ദലക്കാരത്തി മറിയ യേശുവിനെതിരെ വരികയാണ്. യോഹന്നാൻ 20:17. ഉടനെ യേശു പറയാണ്, മറിയേ, ഞാൻ ഒരിടം വരെ പോവാണ് എന്ന് നീ എന്റെ കൂലിക്കാരോട് പോയി പറയാനല്ല, എന്റെ ശിഷ്യന്മാരോട് പോയി പറയാനല്ല, എന്റെ സഹോദരങ്ങളോട് പോയി പറയാം. രക്ഷിക്കപ്പെട്ട ശേഷം യേശു നമ്മളെ വിളിക്കുന്നത് പലപ്പോഴും സഹോദരന്മാർ. എന്റെ സഹോദരന്മാരോട് പോയി പറഞ്ഞു. 20:17 വായിച്ചു. യേശു അവളോട്, എന്നെ തൊടരുത്, ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കൽ കയറിപ്പോയില്ല. എങ്കിലും നീ എന്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് എന്റെ പിതാവും നിങ്ങളുടെ പിതാവും എന്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായവന്റെ അടുക്കൽ ഞാൻ കയറി പോകുന്നു എന്ന് അവരോട് പറക എന്ന് പറഞ്ഞു. ശ്രദ്ധിച്ചേ, യേശു പറയാണ്, മഗ്ദലക്കാരത്തി പറയും, ഞാൻ ഒരിടം വരെ പോവാണ് എന്ന് നീ പോയി എന്റെ സഹോദരന്മാരോട് പറയണം. ശ്രദ്ധിക്കുക, സഹോദരന്മാരോട് പറയണം.
ഞാൻ പോകുന്നത് എന്റെ അപ്പനെയും നിങ്ങളുടെ അപ്പനെയും, എന്റെ പിതാവിനെയും നിങ്ങളുടെ പിതാവിനെയും, എന്റെ ദൈവത്തെയും നിങ്ങളുടെ ദൈവത്തെയും കാണാനാണ് ഞാൻ കടന്നു പോകുന്നത് എന്ന് പോയി സഹോദരന്മാരോട് പറയണം. മനസ്സിലായോ? നിത്യപിതാവായ ക്രിസ്തുവിനും നമുക്കും ഒരു പിതാവുണ്ട്, അത്യുന്നതനായ സ്വർഗസ്ഥ പിതാവ്. എന്നാൽ യേശു ക്രിസ്തു കാൽവരിയിൽ കുറിച്ച് നമ്മളെ പുതിയതായി സൃഷ്ടിച്ചത് കൊണ്ട് യേശു ക്രിസ്തു നമുക്ക് പിതാവാണ്. ഏത് പിതാവ്? നിത്യ പിതാവ്. ദൈവരാജ്യത്തിൽ യേശു മാത്രമല്ല, പല പിതാക്കന്മാരുമുണ്ട്. പൗലോസ് പറയുന്നു, സുവിശേഷത ഞാനാണ് നിങ്ങളെ ജനിപ്പിച്ചത്. അനേക ഗുരുക്കന്മാര് നിങ്ങൾക്കുണ്ടാകാം, പക്ഷെ പിതാക്കന്മാരെ ഏറെയില്ല. ഞാനാണ് നിങ്ങളെ ജനിപ്പിച്ചത്. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇതാ വ്യക്തതയോടെ കാര്യങ്ങൾ തിരിച്ചറിയുക. യേശയ്യാ 9:6 ഒരു പ്രവചനമാണ്. അതിൽ പല പ്രവചനങ്ങളും കാൽവരിയിൽ കുരിശിൽ നിവർത്തിക്കപ്പെട്ടു. ഇനി നിവർത്തിക്കപ്പെടാത്ത പ്രവചനമുണ്ട്. അതാണ് ഗവൺമെന്റ് യേശുവിന്റെ തോളിൽ ഇരിക്കുമെന്ന് പറഞ്ഞത്. അത് നടക്കാൻ പോവുകയാണ്. അതുകൊണ്ട് നിങ്ങളെ ആരും തെറ്റിച്ച് കളയരുത്. നിങ്ങളെ തെറ്റിക്കുന്നവരെ ഓർത്ത് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ ഓർപ്പിക്കുക. ഇനി യേശു തന്നെയാണ് പിതാവ് എന്ന് പറയുന്ന വ്യക്തികൾക്ക്, അതായത് പിതാവ് ഈ ഭൂമിയിലേക്ക് വന്നപ്പോ പിതാവ് മാറി പുത്രനായി, തിരിച്ചു പോയപ്പോ പുത്രൻ മാറി പിതാവായി എന്നൊക്കെ ചുമ്മാ വിഡ്ഢിത്തം വിശ്വസിക്കുന്നവരോട് 1-2-3 വചനങ്ങളൊന്ന് വായിക്കാം. അത് കഴിഞ്ഞ ശേഷം നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. അതുകൊണ്ട് എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഈ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ നന്നായിരിക്കും. ഓ ഫാദർ, വി താങ്ക് യു. വായിച്ചാട്ടെ യോഹന്നാന്റെ സുവിശേഷം 8:42. ദൈവം നിങ്ങളുടെ പിതാവ് എങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു. ഞാൻ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു. ഞാൻ സ്വയമായി വന്നതല്ല, അവൻ എന്നെ അയച്ചതാകുന്നു. ക്ലിയർ ആണോ? യേശു പറയാണ്, ഞാൻ സ്വയമായി വന്നതല്ല. അതിനർത്ഥം ഞാനായിരുന്നു അത്യുന്നതനായ ദൈവം, എനിക്ക് തോന്നി സ്വയമായിട്ട് അങ്ങ് വരണമെന്ന്. അപ്പൊ ഞാൻ അങ്ങ് അത്യുന്നതനായ ദൈവം മാറി, ഞാൻ അപ്പം മാറി പുത്രനായി. അങ്ങനെ പുത്രനായി ഞാൻ അങ്ങ് സ്വയമായിട്ട് വന്നതല്ലെന്ന് ഈ യേശുവിനെങ്കിലും വിശ്വസിക്കാമോ ക്രിസ്ത്യാനികളെ? ഹല്ലേലൂയ. ക്രിസ്തുവിനെ വിശ്വസിക്കാത്ത ക്രിസ്ത്യാനികളാണോ? ഞാൻ സ്വയമായി വന്നതല്ല. ഹല്ലേലൂയ. എന്നെ എന്റെ അപ്പൻ അയച്ചതാണ്. ഇനി വായിക്കുക യോഹന്നാൻ 13:3. ഇത് വളരെ വ്യക്തതയോടെ പറയുന്നുണ്ട്, വളരെ വ്യക്തതയോടെ. 13:3, അത് കഴിഞ്ഞ് 16:27. 13:3. പിതാവ് സകലവും തന്റെ കയ്യിൽ തന്നിരിക്കുന്നു എന്നും താൻ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നു ദൈവത്തിന്റെ അടുക്കൽ പോകുന്നു എന്നും യേശു അറിഞ്ഞിരിക്കെ. അപ്പൊ യേശുവിനെ അറിയാമായിരുന്നു ഞാൻ എവിടെ നിന്നാ വന്നേ. അത്യുന്നതനായ ദൈവമായ ഞാൻ പുത്രനായി വന്നു എന്നല്ല, ഞാൻ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നു എന്നും. മനസ്സിലായോ? മലയാളം ഭാഷ അറിയാവുന്നവർക്ക് ഇത് മനസ്സിലാകാൻ എളുപ്പമാണ്. ഇനി കണ്ണടച്ച് ഇരുട്ടാക്കുന്നവർക്ക് ഒരിക്കലും മനസ്സിലാകത്തൂല. അവർ ആ പിശാചിന്റെ തടവറയെ കിടക്കുകയാണ്, കോട്ടയ്ക്കുള്ളിൽ കിടക്കുക, ഇറങ്ങില്ല. അവർ നിങ്ങൾ തന്നെ എതിർത്തോണ്ടിരിക്കും ഇതിനെ. ഞാൻ ദൈവം മകനായി വന്നെന്നല്ല, ഞാൻ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നു. എന്നിട്ട് ഇനി ഞാൻ ദൈവത്തിന്റെ അടുക്കലേക്ക് പോകുന്നു. അല്ലാണ്ട് ഞാൻ അവിടുന്ന് ദൈവമായിരുന്നു, അത്യുന്നതനായ ദൈവമായിരുന്നു ഞാൻ, ഇതാ മകനായി ഇവിടെ വന്നു, ഇനി തിരിച്ചു പോകുമ്പോ മകൻ മാറി ഞാൻ അപ്പനാവും എന്നൊക്കെ അങ്ങനെയുള്ള വിഡ്ഢിത്തൊന്നും ബൈബിൾ എഴുതിയിട്ടില്ല. പിശാച് നമ്മളെ പറ്റിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ച സംഭവങ്ങളാണ് അതൊക്കെ. ഹല്ലേലൂയ. നമ്മളെ ഒരിക്കലും സ്വർഗസ്ഥ പിതാവിനെ പോലെ ആകാൻ നിയമിച്ചിട്ടില്ല. നമ്മളെ നിയമിച്ചത് സ്വർഗസ്ഥ പിതാവിന്റെ മകനായ പുത്രനായ ക്രിസ്തുവെ പോലെ ആകാനാണ്. സ്വർഗസ്ഥ പിതാവ് ഏകനായി പ്രവർത്തിക്കുന്നവനാണ്. ക്രിസ്തു അങ്ങനെയല്ല, ത്രിയേകമായി പ്രവർത്തിക്കുന്നവൻ. ആ ക്രിസ്തുവെ പോലെ ഞാനും നിങ്ങളുമായി തീരണം. ദൈവത്തിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവിനാൽ നാം പ്രവർത്തി തുടങ്ങണം. ഒരു ത്രിയേക പ്രവർത്തനം. ശിശുക്കൾക്ക് അത് പറഞ്ഞാൽ മനസ്സിലാകില്ല. ആദ്യം കോട്ടയിൽ ഇടിക്കട്ടെ. വായിക്കാം 16:28. യോഹന്നാൻ 16:28. ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ട് ലോകത്തിൽ വന്നിരിക്കുന്നു, പിന്നെയും ലോകത്തെ വിട്ട് പിതാവിന്റെ അടുക്കൽ പോകുന്നു. ഇതിനു മുമ്പ് പറഞ്ഞു ഞാൻ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു, ദൈവത്തിലേക്ക് തിരിച്ചു പോകുന്നു, ദൈവത്തിന്റെ അടുക്കൽ തിരിച്ചു പോകുന്നു. ഇപ്പൊ പറയാണ് ആ ദൈവം ആരാണ്? ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു, ഞാൻ ആ പിതാവിന്റെ അടുക്കലേക്ക് തിരികെ പോകുന്നു. അല്ല, പിതാവായി ഞാൻ പുത്രനായി, ഇനി പുത്രൻ മാറി പിതാവാകുന്നല്ല. വിഡ്ഢിത്തം വിശ്വസിക്കാതെ ബൈബിൾ പറയുന്നത് വിശ്വസിക്കുക, ക്രിസ്തു പറയുന്നത് വിശ്വസിക്കുക. ഹല്ലേലൂയ. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഒന്നും കൂടി 30-ാം വാക്യം. യേശു ഇത് പറഞ്ഞപ്പോ അന്നുള്ള ജനങ്ങൾ എന്നാ പറഞ്ഞേ? അതിന്റെ 30-ാം വാക്യം യോഹന്നാൻ 16:30. നീ സകലവും അറിയുന്നു എന്നും ആരും നിന്നോട് ചോദിപ്പാൻ നിനക്ക് ആവശ്യമില്ല എന്നും ഞങ്ങൾ ഇപ്പോൾ അറിയുന്നു. ഇതിനാൽ നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു.
അപ്പൊ അന്ന് കേട്ട ജനം പറയാണ്, ഞങ്ങൾക്ക് ഇതൊക്കെ കേട്ടപ്പോ ഞങ്ങൾക്ക് മനസ്സിലായി നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് നീ വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പക്ഷെ നിങ്ങൾ എന്നാ വിശ്വസിക്കണേ? അത്യുന്നതനായ ദൈവം മനുഷ്യനായി വന്നു? അല്ലേ, അല്ല. അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രനാണ്. വചനം എന്ന് പേരുള്ള ക്രിസ്തുവാണ് വചനം മാംസമായി വന്നത്. അത്യുന്നതനായ ദൈവം മനുഷ്യരാരും കാണാത്തവനും കാണാൻ കഴിയാത്തവനും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാൻ കഴിയാത്ത പ്രകാശത്തിൽ വസിക്കുന്നവനുമാണ്. വിശുദ്ധിയില്ലാതെ ആർക്കും അപ്പനെ കാണാൻ പറ്റില്ല. അപ്പനെ തൊടുവാൻ, ആ അപ്പന്റെ സാന്നിധ്യമുള്ള പെട്ടകത്തെ തൊടുവാനായിട്ട് ശ്രമിച്ച പുരോഹിതന്മാർ മരിച്ചു താഴെ വീണു. എന്നാൽ അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിനെ അനേകർ തൊട്ടു നടന്നു. അവർക്കൊന്നും സംഭവിച്ചില്ല. ഹല്ലേലൂയ. അവർ സൗഖ്യം പ്രാപിച്ചു, അവർ ശുദ്ധീകരിക്കപ്പെട്ടു. എന്റെ പ്രിയ കുഞ്ഞുങ്ങൾ, ഇവര് പറയാണ്, ഞങ്ങൾ തിരിച്ചറിഞ്ഞു നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു. അയാൾ അത്യുന്നതനായ മനുഷ്യനായി വന്നതല്ല, ദൈവത്തിന്റെ അടുക്കൽ. നേരത്തെ വായിച്ചതുപോലെ സ്വർഗത്തിലിരുന്ന പിതാവോട് കൂടെ ഇരുന്ന പുത്രൻ, ആ പുത്രൻ, വചനം എന്ന പേരുള്ള പുത്രൻ, സൃഷ്ടിപ്പിൽ മുഖാന്തരമായെന്ന പുത്രൻ, ആ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വന്നു. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, എന്നെ അയച്ചിട്ടാണ് ഞാൻ വന്നത്, എന്നെ അയച്ചിട്ടാണ് വന്നത്, എന്റെ പിതാവ് എന്നെ അയച്ചിട്ടാണ് ഞാൻ വന്നത്. അനേക വട്ടം യേശു ആവർത്തിക്കുക. എങ്കിലും ഇവിടെ പിശാച് പല മതഭേദങ്ങളിട്ട് മനുഷ്യരുടെ തെറ്റിക്കുന്ന ചതിയാൽ പിശാച് നമ്മളെ അകത്ത് കോട്ടകളിൽ അടച്ചിരിക്കുക. എന്റെ പ്രിയ മോനെ, മോളെ, ഈ കോട്ടകളൊക്കെ വിട്ടിട്ട് നീ ലക്ഷ്യം നോക്കി നിന്റെ ശ്വാസം തീരുന്നതിന് മുമ്പ് ലക്ഷ്യത്തിലെത്തുക. ഹല്ലേലൂയ. ആ ലക്ഷ്യം വേറൊന്നുമല്ല, വിശുദ്ധ ദൈവത്തിന്റെ വചനം പറയുന്നു, സ്വർഗീയ പിതാവിനോടുകൂടെ ക്രിസ്തുവിൽ നീ ഒരു കുടുംബമായി തീരണം, നീ ഒന്നായി തീരണം, ഒരു രാജ്യമായി തീരണം, ഒരു സിംഹാസനത്തിലേക്ക് ചെല്ലണം. ഇതാ യേശു ക്രിസ്തു പറയുന്നത്, ഞാൻ ജയിച്ച് എന്റെ പിതാവിന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ ജയിക്കുന്നവന് ഞാൻ എന്നോട് കൂടി എന്റെ സിംഹാസനത്തിൽ ഇരുത്തും. അതെ, അവിടെ കസേരയ്ക്ക് സിംഹാസനം പഞ്ഞുണ്ടായിട്ടാ? അല്ല, നിങ്ങൾ ഒന്നാകാൻ പോവാ, പിതാവിനോട് ചേർന്ന് ക്രിസ്തുവിൽ ഒന്നാകാൻ പോവാ. അതുകൊണ്ടാണ് യേശുക്രിസ്തു വളരെ വ്യക്തതയോടെ യോഹന്നാന്റെ സുവിശേഷം 14:3 പറയുന്നത്, ഞാൻ പോവാ, സ്ഥലം ഒരുക്കുകയാണ്, എന്നിട്ട് വീണ്ടും വന്നിട്ട് ഞാൻ ഇരിക്കുന്നിടത്ത്, ഞാൻ എവിടെ ഇരിക്കണേ? പിതാവിന്റെ സിംഹാസനത്തിൽ. ആ സിംഹാസനം നിങ്ങളെയും ഇരുത്തും. ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ ഇരുത്തുന്നു. അതിന്റെ അർത്ഥം വേറെ സിംഹാസനം എന്നിട്ടല്ല, നമ്മളെല്ലാം കൂടി ഒന്നാന്ന് കാണിക്കാനാ. പിതാവും പുത്രനും പുത്രനിൽ പുത്രരായ നമ്മളും കൂടെ പരിശുദ്ധാത്മാവിൽ ഒന്നാണ് എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള സിംബോളിക് ലാംഗ്വേജ് ആണ്. ഹല്ലേലൂയ. വായിച്ച വെളിപ്പാട് 3:21. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ വരം നൽകും. ഞാനും ജയിച്ച് എന്റെ പിതാവിനോട് കൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ. യേശുക്രിസ്തു അവിടെ ഇരിക്കണേ, പിതാവിനോട് കൂടെ പിതാവിന്റെ സിംഹാസനത്തിൽ, അല്ലെ? അവിടെ ഇരിക്കണേ, അല്ലെ? ഇനി യേശുക്രിസ്തു പറയാണ് യോഹന്നാൻ 14:3, ഞാൻ പോയി സ്ഥലം ഒരുക്കിയിട്ട് വന്നാലുണ്ടല്ലോ, നിങ്ങളെ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ ഇരുത്തും. ഹല്ലേലൂയ. ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ ഇരുത്തും. എന്തേ ഇരിക്കണ്ടേ? നമുക്ക് ഇരിക്കണ്ടേ? അതോ ഇതുപോലെ മതഭ്രാന്ത് പറഞ്ഞ് നമ്മളെ തന്നെ ജയിലിൽ അടയ്ക്കണം? ദൈവ ഇഷ്ടം ചെയ്യാൻ നോക്കാം അതിവേഗം. നാം ദൈവപുത്രന്മാരായി ശുദ്ധീകരണത്തിലൂടെ ദൈവപുത്രന്മാരായി വെളിപ്പെടും. വായിച്ചേ. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഞാൻ ഇരിക്കുന്ന എവിടെയാണെന്ന് അറിയാമോ? എന്റെ പിതാവിന്റെ സിംഹാസനത്തിൽ ഞാൻ ഇരിക്കണേ. ജയിക്കുന്നവനെ ഞാൻ എന്നോടുകൂടി ഇരുത്തുന്ന യേശു പറഞ്ഞേ. ഇവിടെ വീണ്ടും അതിനെ കൺഫേം ചെയ്യുന്നു, ഒന്നുകൂടി ഉറപ്പിക്കുന്നു. ഞാൻ പോയി സ്ഥലം ഒരുക്കി തിരിച്ചു വരും, എന്നിട്ട് ഞാൻ ഇരിക്കുന്നിടത്തും നിങ്ങളെയും ഇരുത്തും. നമ്മളെല്ലാം കൂടി സ്വർഗസ്ഥ പിതാവിൽ ക്രിസ്തുവിൽ ഒന്നായി തീരുന്നു. ഞാനും പിതാവ് ഒന്നായിരിക്കുന്നത് പോലെ. അവിടെ കൊണ്ട് നിർത്തരുത്. ഒന്നായിരിക്കുന്നത് പോലെ, ഒന്നല്ലെന്ന് പറഞ്ഞ് തർക്കിക്കാനും പോകരുത്. ഒന്നാണ്. അതിലൂടെ നമ്മളും കൂടെ സ്വർഗീയ പിതാവോട് ഒന്നായി തീരും, ഒരു കുടുംബമായി തീരും, ഒരു സിംഹാസനത്തിൽ ഇരിക്കും. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളുമായി അപ്പനും മക്കളുമായി ആ നല്ല ആ കുടുംബം, ധൂർത്തപുത്രൻ തിരികെ വന്ന അപ്പനോട് കൂടെ ജീവിച്ചതുപോലെ നമ്മൾ ക്രിസ്തുവിൽ തിരികെ ചെന്ന് ആ അപ്പനോടുകൂടെ ജീവിക്കും. എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ആരും നിങ്ങളെ ചതിക്കരുത്. പിശാചിന്റെ കോട്ടയ്ക്കുള്ളിൽ നിന്ന് വെളിയിൽ വരിക. പിശാചിന്റെ കോട്ടയ്ക്കുള്ളിൽ നിന്ന് വെളിയിൽ വരിക. നിങ്ങൾ വെളിച്ചമെന്ന് ചിന്തിക്കുന്ന വെളിച്ചം അത് ഇരുട്ടാണെങ്കിൽ ആ ഇരുട്ട് എത്ര വലിയത്. പാസ്റ്റർ പിടുത്തം കിട്ടിയോ? മനസ്സിലായോ? ഇനി മേലിൽ പറയരുത് യേശുക്രിസ്തുവും പിതാവും രണ്ടാണ്. യേശുക്രിസ്തുവും പിതാവ് ഒന്നാണ് എന്ന് വ്യക്തതയോടെ മനസ്സിലാക്കുക. മാത്രമല്ല, ആ ക്രിസ്തുവിനോട് സ്വർഗീയ പിതാവുമായി നമ്മളും ഒന്നാകണം.
പാസ്റ്റർ നല്ല മനസ്സുകൊണ്ട് പാസ്റ്റർ പറഞ്ഞേ, പക്ഷേ റിസൾട്ട് ഉണ്ടായത് വേറെ രീതിയിൽ. ഹല്ലേലൂയ. ഇവിടെ വേണ്ടത് മനുഷ്യന്റെ ചിന്തകളല്ല, മനുഷ്യന്റെ ആലോചനകളല്ല, ദൈവത്തിന്റെ സന്നിധിയിൽ കോട്ടകൾ ഇടിപ്പാൻ, ദൈവത്തിന്റെ സന്നിധിയിൽ കോട്ടകൾ ഇടിപ്പാൻ നാമല്ല സംസാരിക്കേണ്ടത്, നമ്മിലൂടെ ക്രിസ്തു സംസാരിക്കണം, നമ്മളുടെ ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കും. ഈ മനുഷ്യരുടെ കോട്ടകൾ ആ വചനം ഇടിച്ച് താഴെ വിടും. ലക്ഷ്യം നോക്കി സംസാരിക്കുക, ഫലം നോക്കി വൃക്ഷത്തെ തിരിച്ചറിയുക. ആദ്യം മാറ്റേണ്ടത് സ്ട്രക്ചർ അല്ല, ആദ്യം മാറ്റേണ്ടത് വാല്യൂ ആണ്. ഇവരുടെ ലക്ഷ്യം ഇവർക്ക് പറഞ്ഞു കൊടുക്കുക. ആ ലക്ഷ്യത്തിൽ എത്തിയില്ലെങ്കിൽ ഇവരുടെ കാര്യം മത്തായി 7:20-23 പോലെ യേശുവിനെ കർത്താവായി സ്വീകരിച്ചു, രോഗികളെ സൗഖ്യം, ഭൂതങ്ങളെ പുറത്താക്കി പ്രവചിച്ചു, അനേകം സുവിശേഷീകരണങ്ങൾ ചെയ്തു. അതിനുശേഷം ലക്ഷ്യം മാറാത്ത, ദൈവം ചെയ്യാത്ത, സ്വഭാവം മാറാത്ത ഇവരെ കർത്താവ് പറഞ്ഞ ഗരാവട്ട്, ഞാൻ ഒരു കാലത്ത് നിങ്ങളെ അറിയുന്നില്ല. എന്നെ കർത്താവ് എന്ന് പറയുന്നതല്ല, എന്റെ പിതാവിന് ഇഷ്ടം ചെയ്ത സ്വരാജി കടക്കും. എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടു പോകാനായിട്ട് ഇടയാക്കും. അതുകൊണ്ട് പിശാചിന്റെ കോട്ടയ്ക്കുള്ളിൽ നിന്നും ദൈവം നിങ്ങളെ ഏവരെയും വിടുവിക്കട്ടെ. ഇപ്പോഴിത് പറയുന്ന സമയം, ഈ സന്ദേശം ഇപ്പോഴും തുടർന്ന് എവിടെയെല്ലാം ആരെല്ലാം കേൾക്കുന്നുവോ അവരിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിക്കട്ടെ, ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. അവരുടെ ഉള്ളിലുള്ള എല്ലാ കോട്ടകളും, പിശാചി കെട്ടി എല്ലാ കോട്ടകളും ഇടിച്ച് താഴെ വീഴുവാനായിട്ട് ഇടയാകട്ടെ. ഹല്ലേലൂയ. അന്ത്യനാളുകളിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ആത്മമണ്ഡലത്തിൽ നിന്ന്, പിതാവിന്റെ സിംഹാസനത്തിൽ നിന്ന്, ക്രിസ്തു മുഖാന്തരം ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി നിങ്ങളിലേക്ക് പ്രവഹിച്ച് കടന്നു വരട്ടെ. ഈ അന്ത്യനാളുകളിൽ മതത്തിന്റെ വിവിധമായ ഡൈവേർഷനുകളായിട്ട് ഈ ജനത്തെ ചതിക്കുന്ന എല്ലാ പിശാചിന്റെ പ്രവൃത്തികളും അഴിഞ്ഞു മാറട്ടെ എന്ന് യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുകയും കണ്ണലടയ്ക്കാൻ പ്രാർത്ഥിക്കുക. Oh Father, we thank you. We give you glory. Hallelujah. ഈ ദൈവ സാന്നിധ്യം, ഈ ദൈവശക്തി എല്ലാ ജനങ്ങളിലേക്കും വ്യാപരിക്കട്ടെ, എല്ലാ ജനങ്ങളിലേക്കും വ്യാപരിക്കട്ടെ. എതിർക്കുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എതിർക്കുന്ന സകല പൈശാചികൾ തകർന്ന് താഴെ വീഴട്ടെ. പിശാചിന്റെ പ്രവൃത്തി അഴിപ്പാൻ മനുഷ്യപുത്രൻ പ്രത്യക്ഷനായെങ്കിൽ അതിന്റെ അവകാശം ഇപ്പോൾ ഇവിടെ നടക്കപ്പെടുവാനായിട്ട് ഇടയാകട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവകരങ്ങളിലേക്ക് മക്കളെ ഏവരെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. പ്രിയ നല്ല പിതാവേ, അപ്പൊ ഇപ്പോൾ തുടർന്ന് ഈ സന്ദേശം ശ്രമിക്കുന്ന എല്ലാ മക്കളും ഇതേ ആത്മീക അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ തക്കൊണ്ട് അങ്ങട്ടിയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആരും സംഘടനയുടെയോ ഡിനോമിനേഷന്റെയോ മതത്തിന്റെയോ പേര് പറഞ്ഞ് ഈ മക്കളെ ചതിക്കാതെ ആ സ്വർഗീയ കുടുംബത്തിൽ എല്ലാവരും എത്തിച്ചേരുവാൻ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവർ കർത്താവേ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ഭാരങ്ങളെയും എല്ലാവിധ പ്രയാസങ്ങളെയും കർത്താവേ അങ്ങ് ഏറ്റെടുത്തിരിക്കുക, കാൽവരിയിൽ ഏറ്റെടുത്തിരിക്കുക. എന്ന യേശു ഏറ്റെടുത്ത എല്ലാ മുഖങ്ങളും, എല്ലാ ഭാരങ്ങളും യേശു അടികൊണ്ട എല്ലാ രോഗങ്ങളുടെ കാരണങ്ങളും ഇപ്പോൾ ഈ മക്കളുടെ ജീവിതത്തിൽ വിട്ടുമാറട്ടെ എന്ന് കൽപ്പിക്കുക. എല്ലാ രോഗകാരണങ്ങളും മാറിപ്പോകട്ടെ, യേശു രക്തത്താൽ മാറിപ്പോകട്ടെ, ദൈവത്തിന്റെ ആത്മശക്തിയാൽ മാറിപ്പോകാനിടയാകട്ടെ. അവന്റെ അടിപ്രയുള്ള സൗഖ്യം ഈ മക്കളുടെ മേൽ കൽപ്പിക്കുകയാണ്. ഓ ലോർഡ്, ഐ ലവ് യു അപ്പാ. റിലീസ് ചെയ്യപ്പെടുന്ന അങ്ങയുടെ സൗഖ്യത്തിനായി നന്ദി കർത്താവേ, അങ്ങയുടെ സൗഖ്യത്തിനായി നന്ദി. അത് ഈ പറയുന്ന സമയം മാത്രമല്ല, ഇതാരെല്ലാം റെക്കോർഡ് ചെയ്യുന്നത് വീണ്ടും കേൾക്കുന്നോ അവിടെയെല്ലാം ഈ സൗഖ്യ ശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ കർത്താവേ, നന്ദി കർത്താവേ. റിലീസ് ചെയ്യുന്ന ആത്മശക്തിക്കായി നന്ദി, ആത്മശക്തിക്കായി നന്ദി. തളർന്ന കുടുംബങ്ങൾ, സംശയത്താൽ തളർന്നുപോയ കുടുംബങ്ങൾ യേശുവിന്റെ നാമത്തിൽ അതിനിടയിലുള്ള പൈശാചുക്കളെ ന്യായം വിധിക്കട്ടെ. ദൈവസമാധാന കുടുംബങ്ങൾ കളിയാകട്ടെ. അനുഗ്രഹിക്കുന്നു. പിശാച് എവിടെയൊക്കെ ഇവരുടെ ജീവിതം താറുമാറാക്കിയോ അവിടെയെല്ലാം പിശാചിനോട് കൽപ്പിക്കുന്നു, നിന്റെ കൈയെടുക്ക, അത് മാറാൻ യേശുവിൻ നാമത്തിൽ കൽപ്പിക്കുന്നു. ദൈവശക്തിയെ കുടുംബങ്ങളിലേക്ക് ഇറങ്ങട്ടെ, ദൈവശക്തിയെ കുടുംബങ്ങളിലേക്ക് ഇറങ്ങട്ടെ. ആ കുടുംബങ്ങൾ സൗഖ്യമുള്ളതായി തീരട്ടെ, അനുഗ്രഹമുള്ളതായി തീരട്ടെ. ഹല്ലേലൂയ. പ്രിയ നല്ല പിതാവേ, നന്ദി. സാമ്പത്തികമായി ഭാരപ്പെടുന്ന എല്ലാ മക്കളുടെ മേല് ഇപ്പോൾ ദൈവത്തിന്റെ കരം വ്യാപരിക്കട്ടെ. ദൈവത്തിൻ്റെതായ പ്രൊവിഷൻസ് അവരുടെ മേൽ കടന്നു വരപ്പെടുവാനായിട്ട് ഇടയാകട്ടെ. സ്കൂൾ തുറക്കുന്ന ഈ കാലയളവില് എല്ലാ മക്കളും അനുഗ്രഹീതമായി ഒരു പുതിയ അധ്യയന വർഷം അവരുടെ ജീവിതത്തിൽ തുടങ്ങുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് എല്ലാ മക്കൾക്കും. മാത്രമല്ല, ഇന്ന് ദൈവത്തിന്റെ വചനം ഈ വചനം കേട്ടിട്ട് അവരുടെ കോട്ടകൾ ഇടിഞ്ഞു വീണ് എല്ലാ മക്കൾക്കും ഒരു സ്പിരിച്വൽ, ഒരു ആത്മീയമായ പുതിയ അധ്യായന ആരംഭം അവരുടെ ജീവിതത്തിൽ ആരംഭിക്കട്ടെ എന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയും ഇവരുടെ മേൽ ആശംസിക്കുകയും കൽപ്പിക്കുകയും ചെയ്തു. സർവ്വമഹത്വ പിതാവ് ഞങ്ങൾ അങ്ങേക്ക് തരുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ.
ആമേൻ, ആമേൻ, ആമേൻ. ദൈവം നിങ്ങളെ ഏവരെയും സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. മക്കളെ ഓർക്കുക, നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു അപ്പനുണ്ട്. ഈ അപ്പനെയാണ് യേശുക്രിസ്തു ഭൂമിയിൽ വന്ന് പരിചയപ്പെടുത്തി തന്നത്. എന്നിട്ട് പറഞ്ഞു, ആ അപ്പനോടുള്ള ജീവിതത്തിലായി ദൈവം നിങ്ങളെ ക്ഷണിക്കുന്നു. അതാണ് സുവിശേഷം. അതിനുശേഷം പറഞ്ഞു, ഇതാ ഞാനാണ് അതിലേക്കുള്ള ഏക വഴിയും സത്യവും ജീവനും ഞാനാകുന്നു. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. എഫെസ്യ ലേഖനം ഇങ്ങനെയാണ് പറയുന്നത്. അങ്ങനെ ക്രിസ്തു മുഖാന്തരം നമുക്ക് ഏകാത്മാവിൽ പിതാവിങ്കിലേക്ക് പ്രവേശനമുണ്ട്. പിതാവിനെ ഒഴിവാക്കിയ സുവിശേഷം അത് സുവിശേഷമേ അല്ല കേട്ടോ. പിതാവിനെ ഒഴിവാക്കിയ സുവിശേഷം നീ എവിടെയെങ്കിലും കുഞ്ഞ് നീ കേട്ടോ, അത് സുവിശേഷമേ അല്ല. ദൈവം ഇഷ്ടമില്ലാത്തൊരു സുവിശേഷമാണ് നീ കേട്ടത്, അത് നിന്നെ ചതിക്കാനാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് യേശു ക്രിസ്തു ദൈവ ഇഷ്ടത്തിൽ ജീവിച്ചുവെങ്കിൽ നാം യേശുവിനെ പറയുമ്പോൾ അതേ ദൈവ ഇഷ്ടം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകണം എന്ന കാര്യം പ്രത്യേകം ഓർപ്പിക്കുകയാണ്. പ്രിയ കുഞ്ഞുങ്ങളെ, ഈ വചനം സംസാരിച്ചപ്പോൾ നിങ്ങളുടെ ആരെങ്കിലും ഹൃദയം വേദനിച്ചിട്ടുണ്ടെങ്കിൽ ദൈവഹിത പ്രകാരമുള്ള ആ വേദന നിങ്ങളെ മാനസാന്തരത്തിലേക്കും നിത്യജീവനിലേക്കും നടത്തുവാൻ ഇടയാകും എന്ന് തീർച്ചയായും ഞാൻ വിശ്വസിക്കുക. ദൈവം അതിനെ അനുഗ്രഹിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. പ്രിയ കുഞ്ഞുങ്ങളെ, മറന്നു പോകരുത്. മറ്റന്നാൾ മുതൽ ദൈവം അനുവദിക്കുന്നുവെങ്കിൽ ഇതാ നമ്മളുടെ ജൂൺ മാസത്തെ റിട്രീറ്റ് ആരംഭിക്കുകയാണ്. ജൂൺ 2-ാം തീയതി തിങ്കളാഴ്ച ആരംഭിച്ച് ഞായറാഴ്ച വിശുദ്ധ തിരുവത്താഴ് ശുശ്രൂഷയോട് കൂടി അവസാനിക്കുന്ന ശുശ്രൂഷയിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുക. നിങ്ങളെ മാത്രമല്ല, നിങ്ങളിലൂടെ സുവിശേഷം അറിയിക്കപ്പെട്ടിട്ടുള്ള വ്യക്തിത്വങ്ങളെയും കൂട്ടിക്കൊണ്ടുവരിക. പ്രത്യേകിച്ച് ദൈവദാസന്മാരെ ക്ഷണിക്കുകയാണ്. സുവിശേഷം, സത്യസുവിശേഷം അറിയിക്കുന്നവരുടെ പാദങ്ങൾ എത്ര മനോഹരമാണ്. ഇവിടെ വന്ന് കേൾക്കുക, മനസ്സിലാക്കുക. നിങ്ങൾ ബൈബിൾ കോളേജിൽ 3 വർഷവും 2 വർഷവും 7 വർഷവും ഒക്കെ പഠിച്ച അതൊക്കെ ഒരുപക്ഷെ നല്ലതായിരിക്കാം. പക്ഷെ യേശുവിന്റെ ഹൃദയം നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ കടന്നു വരിക, മനസ്സിലാക്കുക. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. ദൈവം അനുവദിക്കുന്നുവെങ്കിൽ നാളെ സഭായോഗത്തിൽ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബി വിത്ത് യു. നന്ദി, നമസ്കാരം.